അനുഗ്രഹീതമായ ഈ കൺവെൻഷൻ്റെ പ്രഥമ രാത്രി യോഗത്തിലേക്ക് ആഗതരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും വീണ്ടും വേഗം വരുന്നതിനായ യേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിച്ച് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. In the name of Lord Jesus Christ, who is going to appear for the second time, we convey our beloved greetings to all the beloved ones who are gathered here on the very first evening of the convention of the current season. ആരാധനയ്ക്ക് യോഗ്യനായ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും പാടി സ്തുതിച്ച് ആരാധിച്ച് ആത്മീയ സന്തോഷം പ്രാപിപ്പാൻ ദൈവസന്നിധിയിൽ വന്ന നമ്മെ ഇതുവരെ സഹായിച്ചുകൊണ്ടിരുന്നു. The Lord has enabled us in order to come to the presence of God. Our thanks unto the Lord to praise His holy name, the Lord who is worthy of honor and worship. ഇതിനോടകം ഒരു അത്ഭുതമായ സാക്ഷ്യവും നാം കേൾക്കുവാനിടയായി തീർന്നു. Meanwhile, we got the opportunity to listen to a blessed testimony as well. കർത്താവായ യേശുവിനെ പിതാവായ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാൽ അഭിഷേകം ചെയ്തു. അവൻ നന്മ ചെയ്തുകൊണ്ട് ചുറ്റി സഞ്ചരിച്ചു, പിശാച് ബാധിച്ചവരൊക്കെയും സൗഖ്യമാക്കി. As the heavenly God anointed the Son Lord Jesus Christ, He went on doing good. He healed the people who are afflicted with the demonic spirit. ഇന്ന് നമ്മുടെ കർത്താവായ യേശു സൗഖ്യമാക്കുവാനും സാധാരണ ബന്ധങ്ങൾ വിടുതൽ നൽകുവാനും ശക്തനായി നമ്മുടെ മധ്യേ വന്നിട്ടുണ്ട്. Even today, the Lord has come to meet as a mighty God who is able to command the healing and to command deliverance from the power of the devil. പ്രാർത്ഥനയോടെ ദൈവമക്കൾ ദൈവത്തിനായിരിക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രി നമ്മുടെ ദൈവത്തിനത്തോട് അറിയിക്കുവാനുള്ള ദേശത്തോട് അറിയിക്കാനുള്ള ദൈവത്തിന്റെ ആലോചന ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്താനിടയായി തീരും. We keep ourselves in the presence of God in the spirit of prayer. Tonight the Lord is going to inform us His own counsel tonight. ഈ സന്ധ്യാവേളയിൽ നമ്മുടെ അല്പസമയത്തെ ധ്യാനത്തിനായി എബ്രായർക്ക് ലേഖനം 2-ാം അധ്യായത്തിന്റെ 14-15 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. For our meditation tonight, let us focus our attention on to the book of Hebrews, chapter 2, verses 14 and 15. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരെയൊക്കെ വിടുവിച്ചു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Let all glory to the holy name of God. നമുക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ് നാം ഇപ്പോൾ വായിച്ചു കേട്ടത്. We have just read now a portion of scripture which is highly familiar to all of us. എബ്രായർക്ക് എഴുതിയ ലേഖനം സുവിശേഷത്തെ 5-ാമത്തെ സുവിശേഷമെന്ന് വേദ പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. In the version of the Bible scholars, the Hebrews epistle is called the 5th gospel. 4 സുവിശേഷങ്ങളിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ഐഹിക ജീവ ചരിത്രമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. Of the 4 gospels, the history of Lord Jesus Christ upon this planet of earth has been mentioned. എന്നാൽ എബ്രായ ലേഖനത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു സുവിശേഷം നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. Anyhow, when we notice the book of Hebrews, we notice the gospel about Lord Jesus Christ. നമ്മുടെ ഈ പുസ്തകത്തിന്റെ 1-2 അധ്യായങ്ങൾ വായിക്കുമ്പോൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠൻ എന്ന് കാണുവാൻ സാധിക്കും. A perusal of the first 2 chapters of this book will bring into light Lord Jesus Christ is greater than the angels. 3-ാം അധ്യായം നാം വായിക്കുമ്പോൾ യേശു മോശയേക്കാൾ ശ്രേഷ്ഠനെന്ന് എഴുതപ്പെട്ടിരിക്കുകയാണ്. When we go to chapter 3, it is understood Lord Jesus Christ is higher than even Moses. ദൈവിക അരുളപ്പാടുകൾക്ക് ഒരു ഭൃത്യനായിട്ട് മാത്രമാണ് ദൈവഭവനത്തിൽ മോശ കാണപ്പെട്ടെങ്കിൽ അതേ അധികാരമുള്ള പുത്രനായിട്ട് നമ്മുടെ യേശുവിനെ ഇവിടെ നമുക്ക് 3-ാം അധ്യായത്തിൽ കാണുവാൻ സാധിക്കും. Moses remained in the house of God as a mere servant, but here in chapter 3, Lord Jesus Christ is portrayed as a man of power. 4-ാം അധ്യായത്തിൽ നിന്ന് വായിക്കുമ്പോൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു യോശുവയേക്കാൾ ശ്രേഷ്ഠനെന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. Chapter 4 brings into light the truth that Lord Jesus Christ is greater than Joshua. 5-ാം അധ്യായത്തിൽ നിന്ന് വായിക്കുമ്പോൾ പഴയ നിയമത്തിലെ മഹാപുരോഹിതനായ അഹരോനേക്കാൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ശ്രേഷ്ഠനെന്ന് എഴുതപ്പെട്ടിരിക്കുകയാണ്. From chapter 5 we understand Lord Jesus Christ is greater than Aaron, who was the high priest of the Old Testament. എബ്രായ ക്രിസ്ത്യാനികൾ സഭയ്ക്ക് പീഡമുണ്ടായപ്പോൾ അവർ വീണ്ടും യഹൂദ മതത്തിലേക്ക് മടങ്ങിപ്പോകുന്ന ഒരു സാഹചര്യത്തിൽ അവരെ ഈ ക്രിസ്തീയ മാർഗത്തിന്റെ ശ്രേഷ്ഠത വെളിപ്പെടുത്തിക്കൊണ്ട് ആണ് അപ്പോസ്തലനായ പൗലോസ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത്. When the church was subjected under persecution, the Christians returned to Jewish custom. In that scenario, Saint Paul speaks about this particular telling Lord Jesus Christ is higher than the high priest.
പഴയ നിയമ ന്യായ പ്രമാണത്തിന്റെ നിഴലായ കാര്യങ്ങളെല്ലാം യേശുക്രിസ്തുവിൽ യാഥാർത്ഥ്യമായി നിറവേറുന്നത് നമുക്ക് ഈ പുസ്തകത്തിൽ കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നു. All the things mentioned in the Old Testament as a shadow are really realized, materialized in Lord Jesus Christ, which is mentioned in this chapter. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to the name of God. നാം വായിച്ച വേദഭാഗത്തിൽ ഇവിടെ ഇങ്ങനെ നാം വായിക്കുകയാണ്. In the key verse, this is what we read. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി. For as much then as the children are partakers of the flesh and blood, he also himself likewise took part of the same. മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരെയൊക്കെയും വിടുവിച്ചു. That through death he might destroy him that he had the power of death, that is the devil, and deliver them who through fear of death were all the lifetime subject to bondage. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മനുഷ്യാവതാരത്തിന്റെ ഉദ്ദേശം എന്താകുന്നു എന്ന് ഇവിടെ കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നു. In this passage it is mentioned as to what is the eternal objective of Lord Jesus Christ, incarnation as a human being. മുഴുവൻ മാനവരാശിയെയും ഇവിടെ മക്കളെന്ന് സംബോധന ചെയ്തിരിക്കുകയാ. The end how mankind is addressed in this passage as children. ഈ ദേശത്തും ദേശവാസികളായ എല്ലാവരെയും അതിൽ ദൈവം ഉൾപ്പെടുത്തിയിരിക്കുകയാ. Therefore all the inhabitants of this part of the land have been included into the brand of being children. നമ്മുടെ എല്ലാവരുടെയും പൂർവ്വപിതാവായിരുന്ന ആദാമിനെ കുറിച്ച് ബൈബിൾ ഇപ്രകാരം പറയുന്നു. Bible speaks about Adam, who was our forefather. ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 38-ാം വാക്യം നാം വായിക്കുമ്പോൾ ആദാം ദൈവത്തിന്റെ മകൻ എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാ. As we turn to Luke's Gospel, chapter 3, verse 38, it is recorded Adam was the son of God. ദൈവത്തിന് സ്തോത്രം. Praise be to God. ഭൂമിയിലുള്ള സകല മനുഷ്യരും ആദാമിന്റെ സന്തതികളായി കാണപ്പെടുകയാ. True, and mankind has become the seed of Adam. ആദാമിന്റെ സന്തതികളായി കാണപ്പെടുന്ന ആ മക്കളെ രക്ഷിക്കാനായിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ലോകത്തിലേക്ക് വരികയുണ്ടായി. All the people who were the children of Adam, Lord Jesus came to the world in order to save all. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നത് പാപികളെ രക്ഷിക്കാൻ വേണ്ടിയാകുന്നു എന്ന തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. The word of God teaches Lord Jesus Christ made his advent to the world in order to save the sinners. കർത്താവായ യേശുക്രിസ്തു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനമാകുന്നു. Lord Jesus Christ came to the world not to save sinners, it is worthy of all acceptance. തിമോഥെയോസിന്റെ 1-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ പൗലോസ് അപ്രകാരം പറയുകയാണ്. As we turn to 1 Timothy chapter 1 verse 15, Saint Paul records so. ആ പാപികളിൽ ഞാൻ ഒന്നാമനായിരുന്നു, എന്നെയും ആ കർത്താവായ യേശു രക്ഷിച്ചു എന്ന് താൻ സാക്ഷ്യപ്പെടുത്തുകയാ. He testifies of the sinners, I'm the most prominent, the chiefest of all, even the Lord saved me too. ഇവിടെ ഇരിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ആ സാക്ഷ്യം എന്ന് പറയുന്നത് അത് തന്നെയാകുന്നു. The same is the testimony of each member of this congregation. അതേ ഒരു കാലത്ത് നാം പാപികളായിരുന്നു, പാപത്തിന് അടിമകളായിരുന്നു. True, in the time past we were sinners, we were enslaved to sin. നമ്മുടെ കർത്താവായ യേശു നമ്മെ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് വീണ്ടെടുത്ത് സ്വതന്ത്രരാക്കി രക്ഷിക്കുകയുണ്ടായി. Lord Jesus Christ redeemed us from the bondage of sin. He has made us free. പ്രകാരം രക്ഷ പ്രാപിച്ച അനുഭവമുള്ള ദൈവമക്കൾ ചേർന്നൊരു ഹല്ലേലൂയ വിളിക്കാം. ഹല്ലേലൂയ, Hallelujah. ഇന്ന് രാത്രിയും ഈ അനുഭവം പ്രാപിക്കാത്തവർക്ക് ആത്മരക്ഷ നൽകുവാൻ, അതേ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കുവാൻ, അതേ നമ്മുടെ കർത്താവായ യേശു നമ്മുടെ മധ്യേ ഉലാവിക്കൊണ്ടിരിക്കുകയാ. Tonight our Lord Jesus Christ is moving in our midst in order to supply salvation of the people who haven't come across that experience. The Lord is willing to redeem the people who are still under the spirit of bondage. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അദ്ദേഹം ആ മക്കൾ ആ മാംസരക്തങ്ങളോട് കൂടിയവനാകുന്നതുപോലെ മാംസരക്തങ്ങളോടുകൂടെ ആയി മനുഷ്യനായി അവതരിച്ചതിന്റെ ഉദ്ദേശം എന്തൊക്കെയാണ്? What are the objectives, purpose of Lord Jesus Christ? Having been born as a children or as much of the flesh, he was also of the same fashion. റോമാലേഖനം 8-ാം അധ്യായത്തിന് 3-ാം വാക്യം വായിക്കുമ്പോൾ ന്യായപ്രമാണത്തിന് കഴിയാത്തതിനെ സാധിപ്പിപ്പാൻ ദൈവം തന്റെ പുത്രനെ പാപ ജഡത്തിന്റെ സാദൃശ്യത്തിലും പാപം നിമിത്തം അയച്ചു, പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു എന്ന് നാം വായിക്കുകയാണ്. As we turn to Romans chapter 8 verse number 3, the law could not do in that it was weak through the flesh, God sending his own son in the likeness of his sinful flesh, and for sin condemned his sin in the flesh. The righteousness of God should be fulfilled in man. വായിക്കാം.
ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാത്തതിനെ സാധിപ്പാൻ ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപം നിമിത്തവും അയച്ചു പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to the name of God. പാപത്തിന്റെ ശമ്പളം മരണശിക്ഷയാകുന്നു. The wages of sin is death. അതെ, ആദാമിന്റെ സന്തതികളും പാപത്താൽ ദൈവത്തിന്റെ ജീവനിൽ നിന്ന് അകന്നുപോയി. Adam and Adam's predecessor followers, why sin got alienated from the presence of God. ആ പാപത്തിന്റെ അനന്തര ഫലമായ മരണശിക്ഷ അവന്റെ മേൽ ഉണ്ടായി. The condemnation of death, which is a consequence of sin, befell man. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 17-ാം വാക്യം വായിക്കുമ്പോൾ നാം വേദപുസ്തകത്തിൽ പ്രാരംഭമായി മരണം എന്ന വാക്ക് കാണുകയാ. As we turn to the book of Genesis, chapter 2, verse number 17, for the first time we come across the term death. അതെ, ആ മരണശിക്ഷയിൽ നിന്ന് അവനെ വിടുവിക്കുവാൻ ഒരേ ഒരു മാർഗമേ ഉണ്ടായിരുന്നുള്ളൂ. പാപമില്ലാത്ത പരിശുദ്ധനായ കർത്താവായ യേശുക്രിസ്തു ലോകത്തിൽ വന്ന് ഈ മാംസരക്തങ്ങളോട് കൂടിയവനായി ലോകത്തിൽ വന്ന് ആ ശരീരത്തിൽ മരണത്തിന്റെ ശിക്ഷ ചുമക്കുക എന്നുള്ളതായിരുന്നു. You not to liberate man from the clutches of death. There is only one way. The sinless Lord Jesus Christ, the Son of Man, had to come down to this world. He got to trickle his end a drop of blood, whereby he effected salvation, freedom unto mankind. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് മരിക്കേണ്ടതിന് വേണ്ടിയല്ല, അതേ മരണമില്ലാത്ത ദൈവത്തോടുകൂടെ നിത്യജീവനിൽ നിത്യമായി വാഴേണ്ടതിന് വേണ്ടിയാ. God created man not to die, avoiding death. He must be living with God forever and ever. മനുഷ്യനെ ദൈവം തന്റെ പുത്രനായി സൃഷ്ടിച്ചപ്പോൾ അവന് അതേ ദൈവസാദൃശ്യവും സ്വരൂപവും ഉണ്ടായിരുന്നു, വാഴ്ചയും അധികാരവും ഉണ്ടായിരുന്നു. When God created man as his son, he had the image and likeness of God. He had the power and authority over everything. അവന് നിത്യജീവനും അവന് ഒരു വലിയ അവകാശവും ഉണ്ടായിരുന്നു. He had inheritance and eternal life. അവൻ ദൈവത്തിന്റെ തേജസ് അവന്റെ വസ്ത്രമായിരുന്നു. He was adorned with the glory of God. ദൈവത്തോടുള്ള കൂട്ടായ്മ അവനുണ്ടായിരുന്നു. He had the communion with God. ഏഴുവിധമായ അനുഗ്രഹങ്ങളോടുകൂടെയാണ് അവൻ ഏദനിൽ ദൈവത്തോടുകൂടെ വാസം ചെയ്തിരുന്നത്. Behold, possessing, holding 7 kinds of blessings, this man was dwelling with God in the Garden of Eden. എന്നാൽ ദൈവകൽപ്പന ലംഘിച്ചപ്പോൾ അവനിലേക്ക് മരണം പ്രവേശിക്കുകയുണ്ടായി. Alas, the moment he transgressed the commandment of God, lo, death entered this man. മരണത്തിന് അധികാരിയായ സാത്താൻ അവനെ വഞ്ചിച്ചു എന്നാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. We read the devil, who is the author of death, tantalized him. അവന്റെ നിത്യജീവൻ അതോടുകൂടെ നഷ്ടപ്പെട്ടു പോയി. He fell short of the eternal life of God. ദൈവ തേജസ്സാകുന്നവന്റെ വസ്ത്രമാണ് നഷ്ടപ്പെട്ടു പോയി. His garment, which was the glory of God, he had lost. അവൻ ദൈവമുമ്പാകെ നിൽക്കാൻ കഴിയാത്തവനായി ഓടി ഒളിക്കുകയാണ്. He was not able to stand before the presence of God, and therefore he runs away to hide himself. അതേ, അവൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. Yes, he was cast out to the garden. അതേ, അവനിലേക്ക് മരണം പ്രവേശിച്ചതായി കാണുന്നു. We understand consequently death entered man. നന്മതിന്മകളുടെ അറിവിന്റെ വൃക്ഷഫലം തിരുനാളിൽ നീ മരിക്കുമെന്ന് 2:17 വാക്യത്തിൽ നാം വായിക്കുന്നു. In chapter 2 verse 17 it is mentioned, the day you eat the fruit of knowledge of good and evil, you shall die. എന്നാൽ അന്ന് അവൻ മരിച്ചതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല. We don't understand the same day he died. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം നാം വായിക്കുമ്പോൾ ആദാമിന് 930 വയസ്സായിരുന്നു, അന്ന് അവൻ മരിച്ചു എന്ന് എഴുതിയിരിക്കുകയാണ്. Book of Genesis chapter 5 verse number 5 it is mentioned, then Adam was 930 years old, then he died. എന്നാൽ ദൈവകൽപ്പന ലംഘിപ്പിച്ചപ്പോൾ തന്നെ ആത്മമരണം അവന്റെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയുണ്ടായി. The moment he defied the commandment of God, there was a spiritual death in him. ദൈവത്തിന് സ്തോത്രം. Praise be to God. അതേ, ആദാമിന്റെ സന്തതികളായി ഭൂമിയിൽ ജനിക്കുന്ന എല്ലാവരും തന്നെ ആത്മമരണത്തിലാണ് ജനിച്ചിരിക്കുന്നത്. Therefore, all the people born as the followers of Adam on this earth, they have this spiritual death in them. അല്ലെങ്കിൽ അവൻ ആ ജന്മഭാവത്തിൽ ജനിച്ചിരിക്കുകയാണ്. In other words, he is born in the inbred sin. അതുകൊണ്ടാണ് എഫേസ്യർക്ക് അപ്പോസ്തലനായ പൗലോസ് ലേഖനം എഴുതുമ്പോൾ 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ വായിക്കുന്നത്, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു നിങ്ങളെ അവൻ ഉയർപ്പിച്ചു. As we turn to Ephesians chapter 2 the first verse, it is mentioned he was dead in sins and trespasses. പുറജാതികൾ രക്ഷിക്കപ്പെട്ടു വന്ന ആ എഫേസ്യ സഭയിലുണ്ടായിരുന്ന
ആ ജനങ്ങൾ ഒരു കാലത്ത് ആത്മമരണത്തിലായിരുന്നു കാണപ്പെട്ടിരുന്നത്. The people who were saved from the Gentiles in the time past, they too incurred the spiritual death. നിത്യജീവൻ നഷ്ടപ്പെട്ടവനായി നിത്യനരകത്തിന് നിയമിക്കപ്പെട്ടവരായിട്ടാണ് അവർ കാണപ്പെട്ടിരുന്നത്. They lost life everlasting. They were destined, appointed to everlasting lake of fire. എന്നാൽ കർത്താവായ യേശുക്രിസ്തു ആത്മമരണത്തിൽ നിന്ന് അവരെ വിടുവിച്ച് പുതിയ ആത്മീക ജീവിതം ചെയ്യുവാൻ തക്കവണ്ണം ഇടയാക്കി തീർത്തു. However, Lord Jesus Christ delivered them from their spiritual death. They were enabled to execute a spiritual life, worthy of eternal life. ഇന്ന് രാത്രി കാലവും ആത്മീയ ജീവിതം നമ്മുടെ ജീവിതത്തിൽ നൽകുവാൻ ശക്തനായ കർത്താവായ യേശുക്രിസ്തു ഇവിടെ വാഗ്ദത്ത പ്രകാരം ആഗതനായിട്ടുണ്ട്. Tonight, as the Lord who is faithful in the promise, Lord Jesus Christ has come to meet, who is able to destroy the power of death and supply the spirit of eternal life. ആത്മീയ ആരാധനയില്ലാത്തവരായി, യേശുവിനെ കർത്താവേ എന്ന് വിളിക്കാൻ കഴിയാത്തവരായി, സ്വർഗീയ പിതാവിനെ സ്വർഗസ്ഥനായ പിതാവേ എന്ന് വിളിക്കാൻ കഴിയാത്തവരായി, ആത്മീകമായി ദൈവവുമായി ബന്ധമില്ലാത്തവർക്ക് ഒരു ആത്മീക ജീവിതം നൽകുവാൻ, അതിക്രമങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും അവരെ ഉയർപ്പിക്കുവാൻ യേശു ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. Without having a spiritual life, without being able to call Lord as a father, those who are still in the bondage and the spirit of death, Lord Jesus Christ has come to us tonight and to supply a new spirit of life. ദൈവത്തിന് സ്തോത്രം. Praise be to God. മനുഷ്യൻ ദൈവകൽപ്പന ലംഘിപ്പിച്ചപ്പോൾ 3 വിധമായ മരണത്തിന്റെ പ്രതിഭാസങ്ങൾ അവന്റെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയുണ്ടായി. When man transgressed the commandments of God, 3 angles, 3 phenomena of death entered man. ഒന്നാമതായിട്ട് ആത്മമരണം അവന് സംഭവിച്ചു, അവന് നിത്യജീവൻ നഷ്ടപ്പെട്ടു പോയി. The first context, there was a spiritual death in him. He came short of eternal life. രണ്ടാമതായി ശാരീരിക മരണത്തിന് അവൻ വിധേയനായി തീർന്നു. Secondly, he was susceptible to physical death. മൂന്നാമതായിട്ട് രണ്ടാം മരണം അല്ലെങ്കിൽ നിത്യമായ തീപ്പൊയ്കയ്ക്ക് അവൻ വിധേയനായി തീർന്നു. Thirdly, he was subjected to the second death, which is everlasting lake of fire. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിന് 14-15 വാക്യങ്ങൾ വായിക്കുമ്പോൾ ആ രണ്ടാം മരണത്തെക്കുറിച്ച് എഴുതപ്പെട്ടിരിക്കുകയാണ്. As we turn to the book of Revelation, chapter 20, verses 14 and 15, we come across a reference to that second death. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത എവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. രണ്ടാം മരണം എന്നുള്ളത് ഭയാനകമാണ്. Second death is so horrendous. ആ രണ്ടാം മരണത്തിലേക്ക് ആരും കടന്നു പോകരുത്. Nobody should slip into that second death. ഭക്തനായ ദാവീദ് പ്രകാരം 86-ാം സങ്കീർത്തനത്തിൽ പറയുകയാണ്, Godly David in Psalm 86 sings, എന്നോടുള്ള നിന്റെ ദയ വലുതല്ലയോ, Great is the loving kindness unto me. നീ എന്റെ പ്രാണനെ അധമ പാതാളത്തിൽ നിന്ന് വീണ്ടെടുത്തിരിക്കുന്നു. You have redeemed my soul from the eternal death. ദൈവത്തിന് സ്തോത്രം. Praise be to God. അധമ പാതാളത്തിൽ നിന്നാണ് നാം ഓരോരുത്തരും വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നത്. The Lord has delivered each one of us from the lowest hell. അതേ നമ്മുടെ കർത്താവ് അതേ ആത്മമരണത്തിൽ നിന്നും ശാരീരിക മരണത്തിൽ നിന്നും രണ്ടാം മരണമാകുന്ന അധമ പാതാളത്തിൽ നിന്നും വീണ്ടെടുക്കുവാനായി നമ്മുടെ മേൽ വരേണ്ട ഈ മരണശിക്ഷ യേശു സ്വയം തന്റെ ജീവിതത്തിൽ ചുമന്നൊഴിക്കുകയുണ്ടായി. Lord Jesus Christ took upon himself a chastisement that he had to come upon mankind, whereby he had liberated us from the second death, that's the lake of fire, from the spiritual death and the physical death. അതുകൊണ്ടാണ് തിരുപ്പതി പറഞ്ഞ പാപത്തിന്റെ ശിക്ഷ അനന്തരഫലം ശമ്പളം മരണമാണ്. That's why we read from the scripture, the wages of sin is death. നീതിന്യായ കോടതികളിൽ രാജ്യങ്ങളുടെ നിയമം അത് തന്നെയാണ്. The law courts also, that is even the law of the country. ഓരോരോ ലംഘനങ്ങൾക്ക് പാപങ്ങൾക്ക് ശിക്ഷ നടപ്പാക്കണം. For every transgression, for every crime, punishment must be executed. ഒരു കൊലപാതകന് മരണശിക്ഷ നടപ്പാക്കണം. A murderer must be given capital punishment. ന്യായപ്രമാണം അത് തന്നെയാണ് പറയുന്നത്. The same is prescribed even by the law. കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്, ജീവന് പകരം ജീവൻ. Eye for an eye, tooth for a tooth, life for life, tick for tat. ദൈവത്തിന് സ്തോത്രം. Praise be to God. അതേ പ്രകാരമുള്ള ആ ശിക്ഷ നാം സഹിക്കേണ്ടതിന് പകരം നമുക്ക് വേണ്ടി സഹിച്ച ഒരുവനുണ്ട്. അവനാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. We ought to hand such a punishment vicariously. There is someone who bore upon himself this punishment, that is Lord Jesus Christ. അതേ പിതാവായ ദൈവം നമ്മെ ഇത്രമാത്രം ആദാമിന്റെ സന്തതികളെ മുഴുവനും മാനവരാശി ഇത്രമാത്രം സ്നേഹിച്ചു. True, the heavenly Father loved all mankind
we who are the followers of Adam the sinner. തന്റെ ഏകജാതനായ പുത്രൻ ആര് വിശ്വസിക്കുന്നു അവർ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടത് അവന് നൽകുവാൻ തക്കവണ്ണം പിതാവ് ലോകത്തെ ഇത്രമാത്രം സ്നേഹിച്ചു. Father loved the world so much that he had given his only begotten son, that nobody should perish, but everybody should attain life everlasting. ഇന്ന് രാത്രി ആ വലിയ മഹാസ്നേഹം ഈ ദേശവാസികളെ തേടി വന്നിരിക്കുകയാണ്. Tonight, that great love has come to this land, seeking all the inhabitants here. നമ്മുടെ മേൽ വരേണ്ട ഈ മരണശിക്ഷ നാം വഹിക്കാതിരിക്കേണ്ടതിന് നമുക്ക് പകരം പാപമില്ലാത്ത പരിശുദ്ധനായ നമ്മുടെ കർത്താവായ യേശുവിന്മേൽ പിതാവായ ദൈവം ഈ മരണശിക്ഷ ചുമത്തുകയുണ്ടായി. This great capital punishment, condemnation that those our due, which befallen us, the heavenly Father loaded upon the Son, whereby we were freed from the same. റോമാലേഖനം 3-ാം അധ്യായത്തിന്റെ 25-ാം വാക്യം നാം വായിക്കുമ്പോൾ, as we turn to Romans chapter 3 verse 25, വിശ്വസിക്കുന്നവർക്ക് അവൻ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. whom God has sent forth to be a propitiation through faith in his blood, to declare his righteousness for the remission of sins are the past. സകല ഭൂസ്യമാവാസികളുമായി ഉള്ളവരെ എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെട്ടുകൊള്ളുവീൻ, ഞാനല്ലാതെ വേറെ രക്ഷിതാവുമില്ല. Hey, all the ends of the world, look unto me, be saved, except to me there is no other savior. മനുഷ്യന്റെ പാപത്തിന്റെ ശിക്ഷയാകുന്ന മരണശിക്ഷയിൽ വിടുവിക്കപ്പെടുവാൻ പാപപരിഹാര ബലിയായി തീർന്ന കർത്താവ് ഇന്നും ഉയർത്തപ്പെട്ടിരിക്കുകയാണ്. For the punishment of sin, that is death, Lord Jesus Christ had become a propitiation. Even today he has been lifted on our behalf. ജാതിയോ മതമോ വർഗമോ വർണ്ണമോ ദൈവം ചോദിക്കുന്നില്ല. Lord is not concerned about the caste, the creed, the color, the community or the nationality. കർത്താവ് സ്നേഹത്തോടെ എല്ലാവരെയും വിളിക്കുകയാണ്. With love the Lord beckons all. മകനെ മകളെ, നിന്റെ പാപത്തിന്, ജന്മപാപത്തിന്, കർമ്മപാപത്തിന്റെ അനന്തര ഫലമായ മരണശിക്ഷ നീ വഹിക്കേണ്ട. My son, my daughter, for the inbred sin, the sin that you commit, you need not to bear the consequence, which is the death on you. നിന്റെ മേൽ വരുന്ന മരണശിക്ഷ നിനക്ക് പകരം ഞാനിതോ ചുമന്നൊഴിച്ചിരിക്കുന്നു. The punishment death which had to fall upon you, behold, I have borne upon me and delivered you. ആ കർത്താവ് ഇന്ന് രാത്രി സ്നേഹത്തോടെ വിളിക്കുകയാണ്. Tonight, full of love, the same Lord is inviting you. പാപഭാരം ചുമന്ന സമാധാനമില്ലാതെ നരകത്തിലേക്ക് പോകുന്ന ആ ഓരോരുത്തരും എന്താണ് ചെയ്യേണ്ടത്? Being burdened with the burden of sin, everybody who is slipping into that everlasting lake of fire, what must you do on your part? ഞാൻ ചെയ്ത പാപത്തിന് ഞാനാണ് മരണശിക്ഷ ഏൽക്കേണ്ടതെന്നാൽ എന്റെ യേശു എനിക്ക് പകരം മരണശിക്ഷ വഹിക്കുകയുണ്ടായി. For the sin I had committed, I should have been subjected to punishment. Alas, in lieu, my Jesus Christ bore it upon himself. ആ യേശുവിനെ രക്ഷകനും കർത്താവുമായി നീ ഹൃദയത്തിൽ ഏറ്റുകൊള്ളുകയാണെങ്കിൽ നിന്റെ മരണശിക്ഷ എന്നും എന്നേക്കുമായി നിന്നിൽ നിന്ന് നീക്കപ്പെടുകയാണ്. If you accept that Jesus as the Lord and Savior in your heart, forever and ever, you are delivered from that condemnation of death. യേശു ലോകത്തിൽ വന്നപ്പോൾ യോഹന്നാൻ യേശുവിനെ ചൂണ്ടിക്കാണിച്ച് പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപം ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. When Lord Jesus Christ came to the world, John the Baptist pointed to him and telling, behold, the Lamb of God that bears the sins of mankind. പാപം ചുമന്നൊഴിക്കുന്നു. പാപത്തിന്റെ അനന്തര ഫലമായ മരണശിക്ഷയും ചുമന്നുകൊണ്ട് അവൻ ഗൊൽഗോഥാ മലയിലേക്ക് കയറി പോവുകയുണ്ടായി. Sin is borne out, it is removed. Death, which is a consequence of sin, is bearing it, moving on to Golgotha. അതാണ് നാം വായിച്ചത്. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. Therefore we read that he executed punishment for sin in the flesh. യേശു ജഡാവതാരമെടുത്ത് ലോകത്തിൽ വന്നത് മാനവരാശിയുടെ പാപത്തിന്റെ ശിക്ഷ തന്റെ ജഡത്തിൽ വഹിക്കാൻ വേണ്ടിയാ. Lord Jesus Christ took the incarnation of a human being and came to this world in order to bear upon himself the punishment of sin of mankind. അതേ നമ്മുടെ യേശു പാപമില്ലാത്തവനാണ്, പാപം അറിയാത്തവനാണ്, പാപം ചെയ്യാത്തവനാണ്. ആ നിഷ്കളങ്കമായ കുഞ്ഞാടിന്റെ രക്തത്തിന് മാത്രമേ മനുഷ്യന്റെ പാപത്തിന് പരിഹാരം നൽകുവാൻ കഴിയുകയുള്ളൂ. Our Lord Jesus Christ did not do sin, did not have sin, did not know sin. It is only by the unblameable, impeccable blood of the Lamb a person can find deliverance from sin.
ദൈവം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അതേ പാപത്തിൽ നിന്ന് തന്റെ ജനത്തെ രക്ഷിക്കുന്നത് കൊണ്ട് അവൻ യേശു എന്ന് പേരിടണമെന്ന് ദൂതൻ പറഞ്ഞ് യോസഫിനോട് പറയുകയാണ്. The angel gives direction to Joseph as he's going to remove the sin of the people. He must be named Jesus. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 21-ാം വാക്യം നാം വായിക്കുമ്പോൾ, when we go through Matthew's Gospel chapter 1 verse 21, അവൾ ഒരു മകനെ പ്രസവിക്കും, അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണമെന്ന് പറഞ്ഞു. അതെ, അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കാനിരിക്കുന്നതുകൊണ്ട് അവന് യേശു എന്ന് പേരിടണം. you have to call him Jesus, for he shall save his people from their sins. അതെ, നിന്റെ ഭാര്യയാകുന്ന ആ മറിയ അതെ ഗർഭവതിയായിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാലാണ് എന്ന് അതിന് മുകളിലത്തെ വാക്യത്തിൽ വായിക്കുകയാണ്. In the above verse, the angel gives a remark, your wife Mary is conceived by the Holy Spirit. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകുന്നു. The children are up to the flesh and the blood. മാനവരാശി മുഴുവനും ജനിച്ചിരിക്കുന്നത് ജഡത്തിന്റെ ഇഷ്ടത്താലാണ്, പുരുഷന്റെ ഇഷ്ടത്താലാണ്, രക്തത്തിൽ നിന്നാണ് എന്ന് വചനം പറയുന്നു. The word of God says, and a mankind is born by sin, by the desire of man from the blood. എന്നാൽ അങ്ങനെ ജനിച്ചിരിക്കുന്നവർ ജഡത്താൽ ജനിച്ചവരാണ്, അവർ ജഡം തന്നെയാണ്. That which is born in the flesh remains flesh. എന്ന് നാം യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ വായിക്കുന്നു. John's Gospel chapter 3 verse 6 speaks about it. ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. ദൈവത്തിന് സ്തോത്രം. Praise be to God. നമ്മുടെ യേശു ജനിച്ചത് ആത്മാവിനാലാണ്. Our Lord Jesus Christ was born in the Spirit. യേശു ഇതിനു വേണ്ടി ലോകത്തിലേക്ക് വന്നു. What form did Jesus come to the world? അതെ, നാം വീണ്ടുജനനം പ്രാപിക്കേണ്ടതിന് വേണ്ടിയാകുന്നു. In order that we must find regeneration. ഒരു വീണ്ടും ജനനത്തിലൂടെ മാത്രമേ മനുഷ്യന് മരണമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചേരുവാൻ കൊണ്ട് സാധിക്കുകയുള്ളൂ. Through a reborn experience only man can reach the point of being free from death. അതൊരു രഹസ്യമാണ്, ഒരു മർമ്മമാണ്. It is a mystery, it is a secret. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്ന് ഒരു ഉപദേശം സ്ഥാപിക്കുകയുണ്ടായി. Lord Jesus Christ came to the world and he founded a doctrine. നിങ്ങൾ വീണ്ടും ജനിക്കണമെന്ന് കർത്താവായ യേശു അരുളി ചെയ്തു. Lord Jesus Christ declared, you must be born again. നിങ്ങൾ പുതുതായി ജനിക്കണമെന്ന് യേശു അരുളി ചെയ്തു. He said, you must be born afresh. നിങ്ങൾ വെള്ളത്താലും ആത്മാവിനാലും ജനിക്കണമെന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അരുളി ചെയ്തു. Jesus prescribed, you must be born of the water and the spirit. അതെ, നമ്മുടെ യേശുവെ പോലെ നാമായി തീരണമെങ്കിൽ You not to be like our Jesus. അതേ, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാണ്. ആ അവസ്ഥയിൽ നിന്ന് ഒരു വിടുതലുണ്ടാകേണ്ടിയിരിക്കുന്നു. As the children are after the flesh and the blood, they have to find a deliverance from that state. അവർ ദൈവ കുടുംബത്തിൽ ജനിക്കേണ്ടിയിരിക്കുന്നു. They must be born in the family of God. അവർ ദൈവരാജ്യത്തിന്റെ ഉള്ളിൽ പ്രവേശിക്കേണ്ടിയിരിക്കുന്നു. They must enter the kingdom of God. അതുകൊണ്ട് യേശു ഈ പ്രകാരം 3-ാം അധ്യായത്തിന് 3-ാം വാക്യത്തിൽ പറയുന്ന പുതുതായി ജനിച്ചാൽ നിങ്ങൾക്ക് ദൈവരാജ്യം കാണാം. In chapter 3 verse number 3, the Lord says, if you are born again, you can see the kingdom of God. വെള്ളത്താൽ ആത്മാവിനാൽ ജനിച്ചാൽ ദൈവരാജ്യത്തിൽ കടക്കാം. If you are born of the water and the spirit, you can enter the kingdom of God. അതെ, വീണ്ടും ജനനത്തിലൂടെ മാത്രമേ ഒരു മനുഷ്യന്റെ നിത്യമായ മരണം നീക്കപ്പെടുകയുള്ളൂ. Through regeneration only, a man is freed from his everlasting point of death. ദൈവത്തിന് സ്തോത്രം. Praise be to God. ജഡത്താൽ ജനിച്ചവരായ നമ്മുടെ ജീവിതത്തിൽ ഒരു ആത്മാവിന്റെ ജനനം ഉണ്ടാകേണ്ടിയിരിക്കുന്നു. We are born in the flesh, we need to have a birth in the spirit. അകൃത്യത്തിൽ ഞാൻ ഉരുവായി പാപത്തിൽ എന്റെ അമ്മേനെ ഗർഭം ധരിച്ചു എന്ന് 51-ാം സങ്കീർത്തനം 5-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. In Psalm 51 the 5th verse we read that my mother conceived me in sin. യേശു ക്രിസ്തു അല്ലാതെ ലോകത്തിൽ ജനിച്ച സകല മനുഷ്യരും ഈ 5-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്ന പോലെയാണ് ജനിച്ചിരിക്കുന്നത്. As it is mentioned in verse number 5, all people born in the Son except the Lord Jesus Christ are born after this fashion. നമ്മുടെ യേശു അതേ ജഡരക്തമായി ലോകത്തിൽ വന്നു എങ്കിലും അവന്റെ ജനനം പരിശുദ്ധാത്മാവിനാലായിരുന്നു. True, our Lord Jesus Christ came to the world with the blood and the flesh, however his birth was after the spirit. ആകയാൽ നമ്മുടെ യേശുവിൽ പാപമില്ല. Therefore there was no sin in our Jesus. അവൻ പാപം ചെയ്തിട്ടില്ല. He did not do sin. അവൻ പാപം അറിഞ്ഞിട്ടില്ല. He did not know sin. ദൈവത്തിന് സ്തോത്രം. Praise be to God.
ആ കർത്താവായ യേശുക്രിസ്തുവിനെ പോലെ നാമും ആയിത്തീരണമെങ്കിൽ വീണ്ടും ജനിക്കണം. To be like our Lord Jesus Christ, we must be born again. ഒരു വ്യക്തി വീണ്ടും ജനിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? When a person is born again, what takes place there? അവന്റെ ജീവിതത്തിൽ അവൻ ക്ഷയം, വാട്ടം, മാലിന്യം എന്നിവ ഇല്ലാത്ത ഒരു അവകാശത്തിനായിട്ട് വീണ്ടും ജനിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. He is born again in order to have an inheritance which is uncorruptible, unfadable, unblameable. പത്രോസിന്റെ 1-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം നാം വായിക്കുമ്പോൾ, When we come to 1 Peter chapter 1 verse number 5, ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. ക്ഷയം, വാട്ടം, മാലിന്യമില്ലാത്തൊരു അവകാശത്തിനായി അവകാശം പ്രാപിക്കണമെങ്കിൽ എല്ലാവരും വീണ്ടും ജനിക്കണം. in order to have an inheritance which is unblameable, which is incorruptible, we must be born again. എങ്ങനെ ഒരു മനുഷ്യൻ അങ്ങനെ ജനിക്കുവാൻ കൊണ്ട് സാധിക്കും? How can a person be born again? That experience? സകല മനുഷ്യരും പുല്ലുപോലെ അതിന്റെ ഭംഗിയെല്ലാം വയലിലെ പൂ പോലെ മാത്രമേ ഉള്ളൂ. All people are like a grass, it is like a flower on the field. സകല ജഡവും അങ്ങനെയാകുന്നു എന്ന് പത്രോസ് പറയുകയാണ്. Peter says the end of flesh is after the same similitude. എന്നാൽ കർത്താവിന്റെ വചനത്താൽ വീണ്ടും ജനിക്കുമ്പോൾ എന്നേക്കും നിലനിൽക്കുന്നവരായി തീരും. അവരുടെ ജീവിതത്തിൽ അദ്രവത്വം പ്രാപിക്കുവാൻ തക്കവണ്ണം, യോഗ്യത പ്രാപിപ്പാൻ തക്കവണ്ണം സാധിക്കും. By the word of God, as you are born again, you can put on this experience of being uncorruptible. അതേ ക്ഷയം, വാട്ടം, മാലിന്യാത്തൊരു അവകാശത്തിനായി ജനിപ്പിക്കപ്പെട്ട പുത്രന്മാരായി, മക്കളായി, പുത്രന്മാരാക്കി നമ്മെ മാറ്റുകയാണ്. Lord is converting us, being the children, be the sons who are worthy for inheritance which is incorruptible, which is undefiled, which fades not away. അതാണ് പത്രോസ് തന്റെ ലേഖനത്തിൽ പറയുന്നത്. That's what is mentioned by Peter in his epistle. അന്ത്യകാലത്ത് വെളിപ്പെടാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, വാട്ടം, മാലിന്യം എന്നിവ ഇല്ലാത്ത അവകാശത്തിനായി നിങ്ങൾ വീണ്ടും ജനിപ്പിക്കപ്പെട്ടിരിക്കുന്നു. Therefore you are begotten again for an inheritance which is incorruptible, which is undefiled, that fades not away, reserved in heaven for you, who are kept by the power of God through faith and salvation, ready to be revealed in the last time. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ മരണവാസങ്ങൾക്ക് കെട്ടിവെക്കാൻ കഴിഞ്ഞില്ല, അവന് ദ്രവത്വം കണ്ടില്ല എന്ന് നാം തിരുവചനത്തിൽ വായിക്കുന്നു. From the word of God we understand Lord Jesus Christ was not bound by the cords of death. Corruption did not corrupt him. 16-ാം സങ്കീർത്തനത്തിൽ ദാവീദ് ഇപ്രകാരം പറയുന്നത്, തന്റെ പരിശുദ്ധനെ പാതാളത്തിൽ വിടുകയില്ല, ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയില്ല. Psalm 16 the psalm says that his holy one shall not be allowed to go to hell. Corruption cannot eat him. കാരണം എന്താണ്? Why? നമ്മുടെ യേശുവിന്റെ ജനനം പാപമില്ലാത്തതാണ്. The birth of Lord Jesus Christ was devoid of any sin. നമ്മുടെ യേശു പരിശുദ്ധാത്മാവിനാലാണ് ജനിച്ചത്. Jesus was born by the Holy Spirit. നമ്മയും കൂടെ വീണ്ടും ജനനത്തിലൂടെ യേശുവെ പോലെ ആക്കി തീർക്കാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. Through this born again experience, God is willing to make us like our Jesus. ദൈവത്തിന് സ്തോത്രം. Praise be to God. അതുകൊണ്ടാണ് പത്രോസ് അപ്പോസ്തലൻ പറയുന്നത്, ക്ഷയം, വാട്ടം, മാലിന്യമില്ലാത്ത അവകാശത്തിനായി നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. That's why Apostle Peter says here, we are begotten once again for an inheritance which is incorruptible, which fades not away. ഇത് ദൈവത്തിന്റെ വചനത്താലാണ്, അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന വചനമാണ്. It is the word of God, that is by the power of God. അതിനുവേണ്ടിയാണ് ഈ വർഷവും ഇങ്ങനെ ഈ കൺവെൻഷൻ ക്രമീകരിച്ചിരിക്കുന്നത്. It is for the same purpose this year too such a convention has been organized here. അതേ സകല ജഡവും വയലിലെ പുല്ല് പോലെ അതിന്റെ പൂ പോലെ മാത്രമേ ഉള്ളൂ. All flesh is like a grass and the flower on the field. പ്രത്യാശയില്ലാതെ പാപത്തെ പച്ചവെള്ളം പോലെ പാനം ചെയ്ത് നിത്യ നരകത്തിലേക്ക്, രണ്ടാം മരണത്തിലേക്ക് പോകുന്നവരെ വീണ്ടെടുത്ത് അക്ഷയതയിലേക്ക്, അമർത്യതയിലേക്ക് എത്തിക്കണം. Without any control, people are tasting sin as free as water, slipping an eternal lake of fire. The Lord redeems them from eternal condemnation. അമർത്യനായ മനുഷ്യനെ അമർത്യനാക്കി തീർക്കുവാൻ നമ്മുടെ യേശു ജഡാവതാരം എടുത്ത് ലോകത്തിലേക്ക് വരികയുണ്ടായി. Lord Jesus Christ took the form in the human flesh, came down to the world. He not redeemed this immortal man to make him immortal. അവന് നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിനായി, മരണത്തെ പരിഹരിക്കുവാനായി ക്രൂശിൽ ഇതാ യാഗമായി കിടക്കുന്നു. For the atonement, for the remission of our sins, Lord Jesus Christ became a sacrifice
and hanging on the cross of Calvary. ആ യേശുവിലേക്ക് നോക്കുന്നെങ്കിൽ ഇന്ന് നിന്റെ രക്ഷാ ദിവസമായിരിക്കും. If you behold the countenance of Jesus, tonight shall be a day of salvation in your life. അവന്റെ കൈകാലുകളിൽ ആണിയടിക്കപ്പെട്ടിരിക്കുന്നു. All his hands and feet were nailed. അതേ നാം കൈകൊണ്ട് ചെയ്ത പാപത്തിന്റെ പരിഹാരത്തിൽ നമ്മുടെ കയ്യിലാണ് ആണിയടിക്കപ്പെടേണ്ടതെന്നാൽ നമുക്ക് പകരം അവൻ ക്രൂശിതനായി തീരുകയാണ്. For the sins that we committed with our feet and our hands, our members should not be nailed, but Lord Jesus Christ got crucified, nailed on his members. നമ്മുടെ ശിരസ് കൊണ്ട് ചെയ്ത പാപത്തിന്റെ പരിഹാരത്തിനായി മുൾക്കിരീടം വെച്ച് ശിരസ് അടിച്ച് തകർക്കപ്പെടുകയുണ്ടായി. For the sins that he committed with our brain, with our head, Lord Jesus Christ was coronated with a thorny crown. It was smashed thoroughly. ആ യേശുവിലേക്ക് നോക്കുന്നെങ്കിൽ ഇന്ന് നിന്റെ രക്ഷാ ദിവസമായിരിക്കും. If you look into the face of the Lord, tonight shall be the day of salvation, redemption in your life. ഇതിന്റെ ജീവിതത്തിൽ ഒരു വീണ്ടെടുക്കൽ ഉണ്ടാകുവാനിടയായി തീരും. You can experience the experience of being born again. നിശ്ചയം വാട്ടം മാലിന്യമില്ലാത്തൊരു അവകാശത്തിന്റെ അവകാശിയായി പുത്രനായി മാറ്റപ്പെടും. You are going to be a son and heir, inherited of an inheritance which is incorruptible, undefiled, and that fades not away. ഈ ദൈവസ്നേഹത്തെ അഗണ്യമാക്കി കളയരുത്. Do not neglect this love of God. കണ്ടിടുക നീ കാൽവരി ക്രൂശിൽ കർത്തനാമേശു നിനക്കു വേണ്ടി. കണ്ടിടുക നീ കാൽവരി ക്രൂശിൽ. കൈയടിച്ച് പാടിയാട്ടെ. കർത്തനാമേശു നിനക്കു വേണ്ടി പാപവും ശാപവും രോഗവും ചുമന്ന നിർമ്മലരുധിരം ചൊരിഞ്ഞിടുന്നേ. പാപവും ശാപവും രോഗവും ചുമന്ന നിർമ്മലരുധിരം ചൊരിഞ്ഞിടുന്നേ. ഈ ദൈവ സ്നേഹത്തെ അഗണ്യമാക്കല്ലേ, നിന്നെ പുത്രനാക്കിടും അവകാശം നൽകുവാൻ. ഈ ദൈവ സ്നേഹത്തെ അഗണ്യമാക്കല്ലേ, നിന്നെ പുത്രനാക്കിടും അവകാശം നൽകുവാൻ. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് നമ്മെ എത്രമാത്രം സ്നേഹിച്ചു. Oh, Lord Jesus Christ loved us so much. ശത്രുക്കളായ നമ്മെ തന്റെ പുത്രന്മാരാക്കുവാൻ ദൈവം നമ്മെ സ്നേഹിച്ചു. God loved us in order to make us his sons, we who were the enemies of God. ശത്രുക്കളെ ആയിരുന്നു നമ്മെ യേശു സ്നേഹിച്ചു എന്ന് നാം തിരുവചനത്തിൽ വായിക്കുകയാണ്. From the word of God we read, we were enemies, but Jesus loved us. പാപികളായ നമ്മെ കർത്താവ് സ്നേഹിച്ചു എന്ന് തിരുവചനം നമ്മോട് പറയുകയാണ്. Word of God says we were enemies to God, still he loved us. അഭക്തരായിരുന്നു നമ്മെ കർത്താവ് സ്നേഹിച്ചു എന്ന് എഴുതിയിരിക്കുകയാണ്. Word of God says we were ungodly, still God loved us. ആ സ്നേഹം വാസ്തവമായും കണ്ടെത്തുന്നവർക്ക് മരണം നീക്കപ്പെടുകയാണ്. The whomso experience that in the real way, to them death is destroyed. യേശു മരണപാശങ്ങൾക്ക് കെട്ടിവെക്കാൻ കഴിയാത്ത ദ്രവത്വം അവനെ പിടിച്ചു വെക്കാൻ കഴിയാതിരുന്നത് പോലെ ആ ദൈവപുത്രന്മാരായി തീരുകയാണ്. As Lord Jesus Christ was not bound by the courts of law, courts of death, he was not eaten by corruption. These people have become incorruptible and the sons of God. അതെ, വചനത്തോടുകൂടെ ജലസ്നാനത്താൽ ജനിക്കേണ്ടിയിരിക്കുന്നു. We must be born again by the word of God through water baptism. ദൈവത്തിന്റെ സ്തോത്രം, പരിശുദ്ധാത്മാവിനാൽ ജനിക്കേണ്ടിയിരിക്കുന്നു. We must be born again by the Holy Ghost. ഈ അനുഭവങ്ങൾ പ്രാപിക്കുന്നവർക്ക് അതെ യേശുവെ പോലെ ആയി തീരാൻ സാധിക്കും. Whomsoever puts on this experience shall be likened to Jesus. യേശുവിന്റെ തത്തുല്യമായ ആ ജനനത്തിലേക്ക് അതെ മക്കളെ മനുഷ്യരെ ആദാമിന്റെ സന്തതി കൊണ്ടുവരാൻ നമ്മുടെ കർത്താവായ യേശു ഈ സത്യം വെളിപ്പെടുത്തുകയുണ്ടായി. Lord Jesus Christ revealed this truth unto mankind in order to bring this man who is born of the flesh and the blood up to the identification of Jesus. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൽ 22-23 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, Therefore we come to Ephesians chapter 4 verses 22 and 23. ചതിമോഹങ്ങളാൽ മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിന്റെ ഫലമായി നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളുവിൻ. പുതിയ മനുഷ്യനെ നാം ധരിക്കണമെന്ന് ഇവിടെ എഴുതിയിരിക്കുകയാണ്. Here it is written, we must put on the new man.
എഫേസ്യ സഭയിലുള്ള പുറജാതികളുടെ മുമ്പിലത്തെ നടപ്പ് അതേ അകൃത്യത്തിലും പാപത്തിലുമായിരുന്നു. The conversation, the attitude, the approach of the members of the concerned church was after sin and the lust of the world. ആത്മീകമായി അവർ മരിച്ച അവസ്ഥയിലായിരുന്നു. Spiritually speaking, they were in a diseased state. അതെ, ചതി മോഹങ്ങളാൽ വഷളായി പോയ ആ പഴയ മനുഷ്യൻ ആദാം, അവൻ ചതിക്കപ്പെട്ടു, മോഹത്തിലകപ്പെട്ടു, വഷളായി പോയി. ആ പഴയ മനുഷ്യൻ തലമുറ കൈമാറി വന്നിരിക്കുകയാണ്. Old man Adam was deceived, he was corrupted by the disciples, therefore that was handed over to generations. ആ മനുഷ്യനെ ഉപേക്ഷിച്ചിട്ട് that man must be disowned. തന്നെ സൃഷ്ടിച്ച ദൈവത്തിന്റെ ആ അതേ സാദൃശ്യവും സ്വരൂപവും ധരിച്ചുകൊള്ളുമെന്നാകുന്നു. We must put on after God is created righteousness and true holiness. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിന്റെ അതേ സാദൃശ്യത്തിലും സ്വരൂപത്തിലുമാണ് സൃഷ്ടിച്ചത്. When God created man, he was created with the same image and likeness of God. എന്നാൽ ചതിമോഹങ്ങളാൽ അവൻ വഷളായി, ദൈവ സാദൃശ്യവും സ്വരൂപവും അവന് നഷ്ടപ്പെട്ടു പോയി. Alas, by the disciples, he was corrupted. He came short of the image and likeness of God. എന്നാൽ അവൻ വീണ്ടും ജനിക്കുമ്പോൾ, as he is born again, അവൻ വെള്ളത്താൽ ആത്മാവിനാൽ ജനിക്കുമ്പോൾ, as is born of the water and the spirit, ആ പഴയ മനുഷ്യൻ കുഴിച്ചിടപ്പെടുകയാണ്. the old man is buried. റോമാലേഖന 6-ാം അധ്യായത്തിന്റെ 3, 4, 5 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, Romans chapter 6 verses 4 to 6. അല്ല, യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായി നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് ക്രിസ്തുവിന്റെ ക്രൂശുമരണത്തിനും കല്ലറയിലെ അടക്കത്തിനും പുനരുത്ഥാനത്തിനും പങ്കാളികളാക്കി തീർത്ത അതെ വെള്ളത്താൽ ജനിക്കുന്ന ഒരവസ്ഥയിലേക്ക് നാം വരികയാണ്. By this water we come to an experience of being born again, whereby we are identified into the crucifixion, the death, the burial and resurrection of Jesus Christ. അതിന്റെ 7-ാം വാക്യത്തിൽ വായിക്കുന്ന പഴയ മനുഷ്യനെ അവന്റെ പ്രവൃത്തികളോടുകൂടെ നാം ഉരിഞ്ഞു കളയുന്നു എന്ന് വായിക്കുന്നു. In the 7th verse we read that the old man is put off with his work. 6-ാം വാക്യമല്ലേ, 6-ാം വാക്യം, verse number 6. നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിൽ നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോട് കൂടെ ക്രൂശിക്കപ്പെട്ടുവെന്ന് നാം അറിയുന്നു. പഴയ മനുഷ്യൻ അതാകുന്ന ചതിമോഹങ്ങളാൽ വഷളായി പോയ ആ പഴയ മനുഷ്യൻ, the old man, which means the man who is corrupted by the deceitful lusts. ആ മനുഷ്യന് നമ്മളിൽ നിന്ന് എന്നേക്കുമായി നീങ്ങിപ്പോകുന്നത് വിശ്വാസ സ്നാനത്തിലാണ്. By this faith water baptism, that man rolls over and away from us. അത് വെള്ളത്താൽ ആത്മാവിനാൽ ജനിക്കുമ്പോൾ നാം ദൈവരാജ്യത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. When we are born of the water and the spirit, we enter the kingdom of God. ദൈവത്തിന് സ്തോത്രം. Praise be to God. ആ ദൈവരാജ്യത്തിൽ പ്രവേശിച്ചവർക്ക് വലിയ സന്തോഷമുണ്ട്. Whomsoever entered the kingdom of God experience great joy. ഒരു വ്യക്തി പുതുതായി ജനിക്കുമ്പോൾ അവന് വലിയ സന്തോഷമാണ്. When a person is born afresh, there is greater joy. അതെ, കാണാതെ പോയ ആട് കണ്ടു കിട്ടുമ്പോൾ സ്വർഗത്തിൽ വലിയ സന്തോഷമുണ്ടായി എന്ന് ലൂക്കോസ് 15-ാം അധ്യായത്തിൽ നാം വായിക്കുകയാണ്. In Luke's Gospel chapter 15 we read, as a lost sheep is found out, there is greater joy in heaven. മാനസാന്തരപ്പെടുന്ന ഒരു ഭാവിയെ ചൊല്ലി സ്വർഗത്തിൽ വലിയ സന്തോഷമുണ്ടാകും. Touching a sinner who is saved, who repents, there is greater joy in heaven. അതിനെ രക്ഷയുടെ സന്തോഷമെന്നാണ് തിരുവചനം പറയുന്നത്. The word of God calls it joy of salvation. ഒരു വ്യക്തി സ്നാനമേൽക്കുമ്പോൾ അതിന് വലിയ സന്തോഷം അവനുണ്ടാവുകയാണ്. When a person takes water baptism, still greater joy is experienced. എത്യോപ്യ രാജ്ഞിയുടെ ധനകാര്യമന്ത്രി സ്ഥാനപ്പെട്ടപ്പോൾ അവൻ സന്തോഷത്തോടെ തന്റെ വഴിക്ക് പോയി എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. The finance minister of the Ethiopian king Kion, as he took water baptism, he went on his way joyfully. അപ്പോസ്തലപ്രവൃത്തി 8-ന്റെ 39-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. Acts Apostle chapter 8 verse 39 speaks about it. അവർ വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ കർത്താവിന്റെ ആത്മാവ് ഫിലിപ്പോസിനെ എടുത്തുകൊണ്ടുപോയി. ഷണ്ണൻ അവനെ പിന്നെ കണ്ടില്ല. അവൻ സന്തോഷിച്ചുകൊണ്ട് തന്റെ വഴിക്ക് പോയി. അതേ രക്ഷയുടെ സന്തോഷം സ്നാനമേൽക്കുമ്പോൾ അതിൽ വലുതായ സന്തോഷമായി മാറുകയാണ്. At salvation there is joy. At the time of water baptism, great joy. ഈ കൺവെൻഷനിൽ ഈ സന്തോഷധൈര്യം പ്രാപിക്കാത്തവർക്ക് ഈ സന്തോഷം നൽകുവാൻ നമ്മുടെ കർത്താവ് വിശ്വസ്തനായി വാക്കുമാറാത്തവനായി നമ്മോടുകൂടി ഉണ്ട്. Whoever has sinned possesses this joy tonight. During the course of this convention, the Lord is faithful. He has come to me to supply you freely. അവൻ സന്തോഷത്തോടെ എത്യോപ്യയിൽ പോയി ഒരു സഭ സ്ഥാപിച്ചു എന്നാണ് പറയുന്നത്. അതാണ് പുരാതനമായ കോപ്റ്റിക് സഭ. Therefore, the traditional Coptic church is one. This man went away joyfully and he just propounded that church.
പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിക്കുമ്പോൾ അവരുടെ സന്തോഷം പിന്നെയും വർദ്ധിക്കുകയാണ്. When a person receives the power of the Holy Spirit, there is still greater joy. റോമാലേഖനം 14:17 വായിക്കുന്നു, ദൈവത്തിന്റെ രാജ്യം ഭക്ഷണവും പാനീയമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷമാകുന്നു. Romans chapter 14:16 says, the kingdom of God is neither meat nor drink, but it is righteousness, peace, joy of the Holy Ghost. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. സന്തോഷം ഇതിനെയും പ്രാപിക്കാത്തവർക്ക് ഈ കൺവെൻഷനിൽ ഈ സന്തോഷം പ്രാപിക്കുവാൻ, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ നല്ല അവസരങ്ങൾ ദൈവം നൽകുകയാണ്. Those who haven't received this joy during this convention, God has given you a good opportunity to receive this joy. ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോഴുണ്ടായ സന്തോഷത്തിലും അധികം സന്തോഷം അവന്റെ ഹൃദയത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈ ആത്മീക സന്തോഷത്തെ കുറിച്ചാണ്. About the spiritual joy only it is mentioned in the scripture. He has shed abroad my heart greater joy than the days of the abundance of corn and wine. ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ മൂഢനായ ഒരു മനുഷ്യന് വലിയ സന്തോഷമുണ്ടായി. Therefore, when there was an abundance of corn and wine, the carnal man is happy. അവൻ പറഞ്ഞു, ഞാനെന്ത് ചെയ്യും, എന്റെ കളപ്പുരകളെല്ലാം പൊളിച്ച് വലുതായി പണിയും. This Paul says that I'll dismantle my barn, enlarge it, widen it. എന്റെ വസ്തുക്കളെല്ലാം ഞാൻ അതിൽ കൂട്ടിവെക്കും. I will amass all my corn wealth there. ഏറിയ കാലത്തേക്ക് എനിക്ക് തിന്നുവാനും കുടിക്കുവാനും ഉണ്ട്. For long days it is useful for me to eat and drink. ദൈവത്തിന്റെ സ്തോത്രം. Praise be to God. അതെ, തിന്നുക, കുടിക്കുക, ആശ്വസിക്കുക. Yes, eat, drink, make merry. എന്നാൽ ദൈവം അവനോട് ചോദിക്കുന്നത്, മൂടാ, ഇന്ന് രാത്രി നിന്റെ ആത്മാവിനെ നിന്നോട് ചോദിച്ചാൽ നീ ഒരുക്കി വെച്ചത് ആർക്കാകും? But the Lord is asking a rhetorical question. Fool, tonight if your life is record of thee, all this one for whom it shall be. ലോകത്തിന്റെ സന്തോഷം എല്ലാം വയലിലെ പൂ പോലെയും പുല്ല് പോലെയും മാത്രമേ ഉള്ളൂ. Therefore, all the joy of the world is like unto the flower and grass on the field. എന്നാൽ നമ്മുടെ യേശു നമുക്ക് തരുന്നത് നിത്യമായ സന്തോഷമാണ്. However, our Lord Jesus Christ supplies everlasting joy. ദൈവത്തിന്റെ സ്തോത്രം. Praise be to God. മരണശിക്ഷയിൽ നിന്ന്, മരണഭയത്തിൽ നിന്ന് ഒരു മനുഷ്യൻ വിടുവിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം. A man is liberated from the grip of the fear of death, condemnation of death. There's a greater joy. രണ്ടാം മരണം എന്നുള്ളത് ഭയാനകമാണ്. Second death is so terrible. അതേ, 1000 വർഷം കഴിഞ്ഞാൽ അവിടുന്ന് ഒരു വിടുതലുണ്ടാകും, മോചനമുണ്ടാകും എന്ന് വെച്ചാൽ അവൻ 1000 വർഷം കാത്തിരിക്കും. If suppose a person feels that he is condemned for 1000 years, even after 1000 years he'll be relieved, he'll be waiting for the moment. എന്നാൽ 1000 വർഷം കഴിയുമ്പോൾ അത് 10,000 എന്നായിരിക്കും കേൾക്കുന്നത്. But after 1000 years it will be informed to him that it is multiplied to 10,000 years. 10,000 കഴിയുമ്പോൾ 1,00,000 എന്നുള്ളതായിരിക്കും. As it reaches 10,000 it is expanded to 1,00,000 years. 1,00,000 വർഷം കാത്തിരുന്നാലെങ്കിൽ അവിടുന്ന് ഒരു മോചനം ഉണ്ടാകുമോ എന്ന് കാത്തിരിക്കാൻ വേണമെങ്കിൽ, പക്ഷേ അത് കഴിയുമ്പോൾ 1,00,000 എന്നായിരിക്കും. Perhaps he may be waiting for the 1,00,000 year to be over. After he'll find redemption, now that is extended to 1 crore. കാരണം നിത്യ നരകം അത് യുഗമായിട്ടുള്ളതാകുന്നു. Because the death is eternal, ever moving forever. അവിടെ നിന്ന് ഒരു ആത്മാവ് വീണ്ടെടുക്കപ്പെടുമ്പോൾ വലിയ സന്തോഷമായിരിക്കും. Therefore, from the sin, when a person is redeemed, there is greater joy. ആ സന്തോഷം ലഭിച്ചതുകൊണ്ടാണ് വർഷങ്ങളായിട്ട് ദൈവമക്കൾ ഈ വിശ്വാസം വിട്ട് പോകാതെ പരീക്ഷകളെ എല്ലാം പോരാടി ജയിച്ചുകൊണ്ട് നിലനിൽക്കുന്നത്. As people of God possess that joy only for years together, even the trials and temptations beset them, they encounter everything, withstand everything, move forward gleefully. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 11-ാം വാക്യം വായിക്കുമ്പോൾ, as we turn to the book of Revelation chapter 2 verse 11, ജയിക്കുന്നവന് രണ്ടാം മരണത്താൽ ദോഷം വരികയില്ല. The overcomer shall not be haunted by the second death. അതേ, രണ്ടാം മരണത്താലുള്ള ദോഷം എന്താണ്? What is the evil that befalls by the second death? അതേ, അത് കരച്ചിലും ബലിയുടെയും ദണ്ഡനവും നിറഞ്ഞതായ അവസാനിക്കാത്ത നാളുകളായിരിക്കും. That is the days they will never come to an end, where gnashing of the teeth, weeping shall be the experience. അവിടെ നിന്ന് നമ്മെ വീണ്ടെടുക്കുവാൻ യേശു ജഡരക്തങ്ങളോട് കൂടിയ ഇവിടെ വന്നു. അതേ, ന്യായപ്രമാണത്തിന് കഴിയാത്തതിനെ സാധിപ്പാൻ പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിക്കുകയുണ്ടായി. Taking flesh and blood, Lord Jesus Christ came to the world in order to redeem us from that pitiable plight.
yet the law could not do, Lord Jesus Christ could do in our life. നമ്മുടെ കർത്താവായ യേശു ജഡാവതാരമെടുത്ത് ലോകത്തിൽ വന്നതിന് അനേക ഉദ്ദേശങ്ങളുണ്ട്. There are different objectives with which Lord Jesus Christ came to the world in the human form. മുഴുവൻ അവരാശയും പാപത്തിന്റെ പരിണത ഫലമായ മരണശിക്ഷ വഹിച്ചവരെ മരണത്തിൽ നിന്ന് വിടുവിക്കുവാൻ വേണ്ടി ആണ് യേശു ജഡാവതാരമെടുത്ത് ലോകത്തിൽ വന്നത്. Owing to the commission of sin, and the mankind is subjected to eternal damnation, Lord Jesus Christ took the human form, came to this world in order to retrieve man from this condemnation of death. അടുത്തതായിട്ട് നാം ചിന്തിക്കുമ്പോൾ Thereafter, ഒരു കൃപായുഗം ഈ ലോകത്തിൽ ആരംഭിക്കുവാനായി നമ്മുടെ യേശു ലോകത്തിൽ വന്നു. Lord Jesus Christ came to the world in order to mark the beginning of a dispensation of grace. അതെ, മുൻപുണ്ടായിരുന്ന യുഗത്തിൽ വ്യത്യസ്തമായ ഒരു കാലഘട്ടം. An age categorically different from the previous one. അതെ, ഇപ്പോൾ 2000-ലധികം വർഷമായിരിക്കുകയാണ്. Now more than 2000 years passed by. ദൈവത്തിന്റെ സ്തോത്രം. Praise be to God. എത്രയും വേഗം ഈ കൃപായുഗം അവസാനിക്കാൻ പോവുകയാണ്. Very soon door of this grace period is going to be over. അതേ, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ യേശു ലോകത്തിലേക്ക് വന്ന് പാർത്തു. Lord Jesus Christ came to the world full of truth and mercy, dwelt among us. യോഹന്നാൻ സുവിശേഷം 1:14 നാം അത് വായിക്കുന്നു. In John's Gospel chapter 1 verse number 14 speaks about it. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. വചനം ജഡമായി തീർന്ന കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. The word became grace, full of truth and mercy that dwelt among us. അതേ, ഒരു കൃപായുഗം ഇവിടെ ആരംഭിച്ചു. Here he marked the beginning of the dispensation of grace. ന്യായപ്രമാണം മോശ മുഖാന്തരം വന്നു. The law through Moses came to the world. കൃപയും സത്യവും യേശുക്രിസ്തു മുഖാന്തരം വന്നു. Grace and truth came through Lord Jesus Christ. അതേ, ദൈവത്തിന്റെ സ്തോത്രം. Praise be to God. യേശു ലോകത്തിൽ വന്ന ഒരു രാജ്യം സ്ഥാപിക്കുകയുണ്ടായി. Lord Jesus Christ came to the world. He established a kingdom. ദൈവരാജ്യം സ്ഥാപിക്കുകയുണ്ടായി. He established the kingdom of God. ദൈവരാജ്യത്തിൽ എല്ലാവരും ദൈവരാജ്യത്തിനുള്ളിൽ വരണമെന്ന് യേശു അരുളി ചെയ്യുകയുണ്ടായി. Lord Jesus Christ declared all must come to the kingdom of God. മർക്കോസിന്റെ സുവിശേഷം 1:14-15 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, When we come to Mark's Gospel chapter 1 verses 14 and 15, എന്നാൽ യോഹന്നാൻ തടവിലായ ശേഷം യേശു ഗലീലയിൽ ചെന്ന് ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ എന്ന് പറഞ്ഞു. കാലം തികഞ്ഞു, ന്യായപ്രമാണ കാലം അവസാനിച്ചു, ഒരു കൃപായുഗം ആരംഭിക്കുകയാണ്. the time is fulfilled. The time of the law is over. Now it marks the beginning of the time of grace. പെന്തക്കോസ്ത് നാളിൽ അത് ആരംഭിക്കുകയുണ്ടായി. That marked on the day of Pentecost. ദൈവരാജ്യം ഭൂമിയിൽ സ്ഥാപിക്കപ്പെടുകയുണ്ടായി. The kingdom of God was founded on this earth. യേശു ലോകത്തിൽ സ്ഥാപിച്ചത് ഒരു ആത്മീക രാജ്യമാണ്. Lord Jesus Christ established a spiritual kingdom. ലോകത്തിൽ അനേക സാമ്രാജ്യങ്ങൾ ഉദയം ചെയ്തിട്ടുണ്ട്. Many kingdoms came to the world. അവയെല്ലാം അസ്തമിച്ചു പോയി. Everything went to the curtain fall. എന്നാൽ അസ്തമിക്കാത്തൊരു രാജ്യമുണ്ടെങ്കിൽ അത് ആത്മീക രാജ്യമായി ആ ദൈവത്തിന്റെ തിരുസഭയാകുന്നു. There is an unsetting kingdom of God. That is a church of God. എത്രയും വേഗം കൃപായുഗം അവസാനിക്കാൻ പോവുകയാണ്. Very soon this dispensation of grace is going to set. ഇപ്പോൾ വാതിൽ തുറന്നു വെച്ചിരിക്കുകയാണ്. Now the door is kept wide open. എത്രയും വേഗം ഈ വാതിൽ അടയാൻ പോവുകയാണ്. Very nigh this door is going to be closed. എന്നാൽ ആ വാതിൽ അടയുന്നതിന് മുമ്പേ ഈ ദേശവാസികൾക്ക് പ്രവേശനത്തിനായി കർത്താവ് കവാടം തുറന്നു വെച്ചിരിക്കുകയാണ്. Before it is shut, Lord Jesus Christ has opened the door for the inhabitants of the land to find access. ഈ ദൈവരാജ്യത്തിനുള്ളിലേക്ക് നാം കടന്നു വരണം. We must step into the kingdom of God. ഈ ദൈവരാജ്യം അവകാശമാക്കണമെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഒരു രൂപാന്തരം ഉണ്ടാകണം. To inherit this kingdom of God, there should be transformation in our life. ആർക്കെല്ലാം ഈ ദൈവരാജ്യം അവകാശമാക്കാം, ആർക്കെല്ലാം ഈ ദൈവരാജ്യം അവകാശമാക്കാൻ കഴിയുകയില്ല. Whoever can possess this, whoever cannot possess. ഗലാത്യലേഖനം 5-ാം 19 മുതൽ 21 വരെ വായിക്കുമ്പോൾ ഈ വകക്കാർക്ക് ദൈവരാജ്യം അവകാശമാക്കാൻ കഴിയുകയില്ല എന്ന് എഴുതിയിരിക്കുകയാണ്. Galatians chapter 5 verses 19-21 it is mentioned, such cannot inherit the kingdom of God. ജഡത്തിന്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറുക്കൂത്ത് മുതലായവ എന്ന് വെളിവാകുന്നു. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് ഞാൻ മുൻപേ പറഞ്ഞതുപോലെ ഇപ്പോഴും നിങ്ങളോട് മുൻകൂട്ടി പറയുന്നു. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ വീണ്ടും പറയുന്ന അപ്പോസ്തലൻ പറയുകയാണ്. Apostle says, as I have already told you,
even now I repeat it. താൻ മുമ്പ് എഴുതിയ ലേഖനങ്ങളിലും ഈ കാര്യം എടുത്തു പറഞ്ഞിട്ടുണ്ട്. In many other epistles, he has reiterated the same point. അന്യായം ചെയ്യുന്ന ദൈവരാജ്യം അവകാശമാക്കിയില്ല എന്ന് 1 കൊരിന്ത്യർ 6-9-10 വാക്യങ്ങളിൽ നമുക്ക് വായിക്കുകയാണ്. 1 Corinthians chapter 6 verses 9 and 10, it is mentioned, the unrighteous cannot inherit the kingdom of God. അതെ, ഗലാത്യ ലേഖനത്തിൽ 15 കാര്യങ്ങൾ എഴുതിയിരിക്കുകയാണ്. The epistle to Galatians, 15 items are mentioned. അതെല്ലാം പഴയ മനുഷ്യനിൽ നിന്ന് പുറപ്പെടുന്നതാണ്. These things originate from the old man. ഒരു വ്യക്തി വീണ്ടും ജനിക്കുമ്പോൾ അവൻ ദ്രവത്വത്തിലേക്ക് മരണത്തിലേക്ക് കൊണ്ടുപോകുന്ന ഈ സ്വഭാവങ്ങൾ വിടുവിക്കപ്പെടുകയാണ്. When a person is born again, all these vicious natures which take him under corruption, he is delivered therefrom. നാം ദൈവരാജ്യം അവകാശമാക്കുമ്പോൾ ഈ സ്വഭാവങ്ങളിൽ വിടുതൽ ലഭിക്കുകയാണ്. When we inherit the kingdom of God, we find a deliverance from these natures. ആ സ്ഥാനത്ത് 22-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്ന 9 ആത്മാവിന്റെ ഫലം ദൈവം നൽകുകയാണ്. In those days, the fruit mentioned in verse 22, the Lord is applying to the followers of God. വീണ്ടും ജനനം പ്രാപിച്ച ആത്മാവിൽ ജനനം പ്രാപിച്ചവർക്ക് യേശുവെ പോലെ ആയി തീരുവാൻ സാധിക്കും. Those who are born again, got the redemption from sin, can be likened to Jesus. അവർക്ക് ആത്മാവിന്റെ ഫലങ്ങൾ ഉണ്ടായിരിക്കും. They can yield the fruit of the Spirit. ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ദൈവത്തിന് സ്തോത്രം. Praise be to God. അതെ, ആത്മഫലമുള്ളവർക്ക് ഈ ദൈവരാജ്യം അവകാശമാക്കാൻ കഴിയും. Those who own this fruit of the Spirit can inherit the kingdom of God. ദൈവത്തിന് സ്തോത്രം. Praise be to God. അതെ, അവർക്ക് ഈ ജഡ സ്വഭാവങ്ങളെ ജയിക്കുവാനൊക്കെ സാധിക്കും. They can overcome the nature of the flesh. അവർ ആത്മാവിനാൽ ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിച്ചുകൊണ്ടിരിക്കും. By the Spirit they will keep on mortifying the works of the flesh. അതുകൊണ്ട് 24-ാം വാക്യത്തിൽ വായിക്കുന്നത്, ക്രിസ്തുയേശുവിലുള്ള ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോട് ക്രൂശിച്ചിരിക്കുന്നു. Verse number 24, and they turn of Lord Jesus Christ have crucified the flesh with affections and lusts. അടുത്തതായിട്ട് യേശു ലോകത്തിൽ വന്നത് പിശാചിന്റെ പ്രവൃത്തികളെ അഴിക്കുവാൻ വേണ്ടിയാകും. Thereafter Lord Jesus Christ came to the world not to destroy the works of the devil. 1 യോഹന്നാന്റെ ലേഖനം 3-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം നാം വായിക്കുമ്പോൾ, 1 John chapter 3 verse number 8, അവന് പിശാചിന്റെ പ്രവൃത്തികൾ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. The Son of Man manifested in order to destroy the works of the devil. അതെ, പിശാചിന്റെ വിധമായ പ്രവൃത്തികളെന്ന് മാനവരാശിയെ അടിമപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. The multifarious works of the devil have enbound to man today. ദൈവത്തിന് സ്തോത്രം. Praise be to God. അതെ, പാപവും പാപത്തിന്റെ ഫലമായ രോഗവും ഒക്കെയും പിശാചിന്റെ പ്രവർത്തികളായി നമുക്ക് കാണുവാൻ സാധിക്കും. Sin and the subsequent fruit, that is sickness, everything has bound to man today. യേശു ലോകത്തിൽ വന്ന അനേകരുടെ പാപങ്ങളെ മോചിച്ചവർക്ക് രോഗത്തിന് സൗഖ്യം നൽകി. Lord Jesus Christ came to the world. He had forgiven the sins of many people and commanded deliverance to their sicknesses. പല രോഗത്തിന്റെയും പിന്നിൽ പ്രവർത്തിക്കുന്നത് സാത്താനാണ് എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. Word of God says Satan is operational force behind many sicknesses. അപ്പോസ്തല പ്രവൃത്തി 10-38 വാക്യത്തിൽ നാം അത് വായിക്കുകയാണ്. In Acts of Apostles chapter 10 verse number 38, we read about it. നസ്രായനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാൽ ശക്തിയാൽ അഭിഷേകം ചെയ്തു, നന്മ ചെയ്തതിനായി ചുറ്റി സഞ്ചരിച്ചു, പിശാച് ബാധിച്ചവരൊക്കെ സൗഖ്യമാക്കി. By the Spirit of power, God anointed Lord Jesus Christ of Nazareth. He went on doing good. He was healing the poor sick people. അതെ, ഓരോ രോഗത്തിന്റെ പിന്നിൽ പിശാചിന്റെ പ്രവർത്തികൾ കാണുവാൻ സാധിക്കുന്നു. Therefore, behind every sickness, we notice the work of the devil. പാപം, അവൻ ആദ്യം മുതൽ പാപം ചെയ്യുന്നു വായിക്കുന്നു. പിശാചിന്റെ പ്രവൃത്തിയാണ് പാപം. Therefore, sin is a work of the devil since the beginning. പാപങ്ങളെ നീക്കുവാൻ മനുഷ്യപുത്രൻ പ്രത്യക്ഷനായി എന്ന് 1 യോഹന്നാൻ 3-ന്റെ 5-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. 1 John chapter 3 verse 5 is mentioned. Son of Man manifested not destroy the works of the devil. ഇന്ന് രാത്രിയും പാപങ്ങളെ നീക്കി രോഗങ്ങൾക്ക് സൗഖ്യം നൽകുവാൻ നമ്മുടെ യേശു ഇവിടെ വന്നിട്ടുണ്ട്. Lord Jesus Christ has come to me tonight in order to destroy the works of the devil and command healing to our ailments. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ, പക്ഷപാതക്കാരനായ ഒരു മനുഷ്യനെ അവർ കൊണ്ടുവന്നപ്പോൾ അവരുടെ വിശ്വാസം കണ്ടിട്ട് യേശു പറയുന്നു, മകനെ ധൈര്യമായിരിക്ക, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു. As we turn to Matthew's Gospel chapter 9 verse number 2, a man of palsy was brought to Lord Jesus Christ. The Lord tells him, behold, your many sins are forgiven to you. അതിനുശേഷം 6-ാം വാക്യത്തിൽ യേശു പറയുന്നു, അതെ, നീ കിടക്കെടുത്തുകൊണ്ട് നടന്ന് വീട്ടിലേക്ക് പോവുക. In verse number 6, the Lord gives a direction.
take your bed and go to your home. യേശു പാപങ്ങളെ ക്ഷമിച്ച് രോഗങ്ങളെ സൗഖ്യമാക്കുന്നവനാണ്. Jesus forgives the sins and heals the sicknesses. ആകയാൽ രോഗികളായിരിക്കുന്നവർ തങ്ങളുടെ പാപങ്ങളെ കുറിച്ച് അനുദപിക്കണം. Therefore the sick people should repent of your sins. പാപങ്ങളെ പറഞ്ഞ് ഉപേക്ഷിക്കണം. You have to confess, forsake your sins. ആഴമേറിയ ഒരു വിശുദ്ധീകരണം പ്രാപിക്കണം. You must have a deep sanctification. അങ്ങനെയുള്ളവർക്ക് രോഗസൗഖ്യം പ്രാപിപ്പാൻ കൊണ്ട് സാധിക്കും. Such can find divine healing from your sickness. ഇന്ന് രാത്രി വിശ്വാസത്തോടെ രോഗികളെ വന്നവരെ യേശു സൗഖ്യമാക്കാൻ ആഗ്രഹിക്കുകയാണ്. Tonight Jesus will heal the people who are being sick with faith here. വിശ്വാസത്തിന്റെ എല്ലാവിധമായ പോരാട്ടങ്ങളും എല്ലാവിധമായ പ്രവൃത്തികളും പാപമായാലും ശരി, രോഗമായാലും ശരി, ശാപമായാലും ശരി, ജീവിതത്തിൽ മുറ്റമായി നീക്കുന്നതിനൊക്കെ സ്വാതന്ത്ര്യം തരുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. Whether it is a struggle of the devil, whether it is sin, sickness, what is the problem? The Lord wants to deliver you and command healing tonight. ദൈവത്തിന് സ്തോത്രം. Praise be to God. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തന്നാൽ അവൻ സാക്ഷാൽ സ്വാതന്ത്ര്യം ഉണ്ടാകും. If the Son liberates you truly, you will have real liberty. പാപം ചെയ്യുന്നവൻ പാപത്തിന് ദാസൻ. The man who commits sin is a slave to sin. മാനവരാശി പാപത്തിന് അടിമകളായി പോയി. Mankind was enslaved to sin. രോഗത്തിന് അടിമകളായി പോയി. Enslaved to sickness. അതെ, പുത്രൻ സ്വാതന്ത്ര്യം തന്നാൽ നിങ്ങൾക്ക് സാക്ഷാൽ സ്വാതന്ത്ര്യം ഉണ്ടാകും. The Son commands liberty, you will have total freedom. യോഹന്നാന്റെ സുവിശേഷം 8:31 മുതൽ നാം വായിക്കുമ്പോൾ John's Gospel chapter 8 verse 31 onwards. ദൈവത്തിന് സ്തോത്രം. Praise be to God. തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് പറയുന്നു, നിങ്ങൾ അതേ എന്റെ വചനത്തിൽ നിലനിന്നാൽ നിങ്ങൾ അസത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. Unto the Jews who believed in him, the Lord says that, and you shall know the truth, and the truth shall set you free. അതിന് 34 വാക്യം വായിക്കുമ്പോൾ പാപം ചെയ്യുന്നതിന് പാപത്തിന് അടിമ അല്ലെങ്കിൽ ദാസനാണ്. Verse number 34, it says that the one who commits sin is a slave, servant unto sin. അതേ, മതിവായ ഒരു മനുഷ്യൻ മദ്യത്തിന് അടിമയാണ്. Therefore a man who commits sin is enslaved to liquor. അതേ, 6 അടി നീളമുള്ള ഒരു മനുഷ്യൻ 2 ഇഞ്ച് നീളമുള്ള ഒരു ബീഡിക്ക് അടിമയാണ്. A man who commits sin is enslaved to a beady that is as small as 2 inches. അതേ, ദൈവത്തിന് സ്തോത്രം. Praise be to God. ആര് വിടുവിക്കും? Who shall deliver? അടുത്ത വാക്യത്തിൽ വായിക്കുന്നു, പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തന്നാൽ നിങ്ങൾ സാക്ഷാൽ സ്വാതന്ത്ര്യം പ്രാപിക്കും. In the next verse we read, if the Son gives you freedom, you shall be really free. 36 വാക്യത്തിൽ നാം വായിക്കുകയാണ്. Verse 36 speaks about it. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. അതെ, മറ്റാർക്കും ചെയ്യാൻ കഴിയാത്ത പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയും വല്ലതും ചെയ്യാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. Our Lord Jesus Christ keeps on doing things which cannot be done by any mortal being under the sun. Even today he does it. ദൈവത്തിന് സ്തോത്രം. Praise be to God. ആ പുത്രനായ യേശുവിലൂടെ ഇപ്രകാരം സ്വാതന്ത്ര്യം പ്രാപിച്ച ദൈവമക്കൾ ചേർന്നൊരു ഹല്ലേലൂയ വിളിച്ചാട്ടെ. ഹല്ലേലൂയ. അതേ, നമ്മെ സ്വതന്ത്രരാക്കിയ കർത്താവ് ഇന്ന് രാത്രി അടിമകളായിരിക്കും അനേകരെ സ്വതന്ത്രരാക്കാൻ പോവുകയാണ്. The Lord who had set us free, tonight he is going to make many people free, still under the bondage of captivity. പുത്രൻ സ്വാതന്ത്ര്യം നൽകി സ്വതന്ത്രരായിരുന്ന ഒരാത്മാവിന്റെ വില മുഴു ലോകത്തെക്കാൾ വലുതാകുന്നു. The Son commands a freedom because the soul of a human soul is more precious than the whole world. ഒരു മനുഷ്യൻ സർവ്വലോകം നേടിയാലും തന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനം? Even the man gains the whole world and loses his soul, what is the profit thereof? മുഴു ലോകത്തെക്കാളും ഓരോ മനുഷ്യന്റെ ആത്മാവിന് വിലയുണ്ട്. Even though the whole world is offered in of a human soul, this soul is more precious. ആ ആത്മാവ് സാത്താന് അടിമപ്പെട്ട് ഇരിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. It is not the will of God that this soul should be enslaved to the devil. യേശു ലോകത്തിൽ വന്നത് ഈ പിശാചിന്റെ പ്രവൃത്തികളെ ജീവിതത്തിൽ അഴിച്ചു മാറ്റി സ്വതന്ത്രരാക്കാൻ വേണ്ടിയാ. Jesus came to the world in order to discard all the banish the devil and make man free. രോഗബന്ധനങ്ങൾ അഴിച്ചു മാറ്റി വിടുവിക്കാൻ വേണ്ടിയാ. To unshrive the banish of sickness and command healing. ലൂക്കോസ് 13 അധ്യായം വായിക്കുമ്പോൾ 18 വർഷം സാത്താൻ ബന്ധിച്ചു വെച്ചിരുന്ന അബ്രഹാമിന്റെ മകളായ കൂനിയായ സ്ത്രീയെ യേശു വിടുവിച്ചു. Luke's Gospel chapter 13, we read about a woman, daughter of Abraham. Devil bound him and she was bent back for 80 long years. The Lord unsheathed the binding and set her free. ഇന്ന് രാത്രി നാം അപ്രകാരം വിടുവിക്കപ്പെട്ട ഒരു അനുഭവ സാക്ഷ്യം കേൾക്കുകയുണ്ടായല്ലോ. Tonight we got the opportunity to listen to testimony that freedom. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും മാറാത്തവനാണ്. Jesus Christ remains unchanging yesterday, today and forever. ദൈവത്തിന്റെ സ്തോത്രം. Praise be to God. നമ്മുടെ കർത്താവ് യേശു വാഗ്ദാനത്തെ നാം വിശ്വസിക്കുന്നവർക്ക് പ്രാപിപ്പാൻ കഴിയും.
Whomsoever believes the promise of God can possess the same. ആ വാഗ്ദാനങ്ങളെ ദൈനംദിനം പ്രാപിച്ചുകൊണ്ടാണ് ഇവിടെ നിന്ന് ഞങ്ങൾ ഓരോരുത്തർ ഓരോ നാളും ജീവിക്കുന്നത്. Day by day we inherit the promise of God and maintain our day by day life. അത് ഞങ്ങളുടെ വ്യക്തിപരമായ അനുഭവമാണ്. It is our pragmatic experience. അത് പറയാതിരിക്കാൻ കഴിയുകയില്ല. We cannot but keep on telling. പുത്രൻ സ്വാതന്ത്ര്യം എന്ന ആളുകൾ സാക്ഷാൽ സ്വാതന്ത്ര്യമുള്ളവരായി തീരും. The Son sets you free, you shall have real freedom. യേശു ലോകത്തിൽ വന്നത് എന്തിനു വേണ്ടിയാ? What for had Jesus visited the world? അടുത്തതായി നാം ചിന്തിക്കുമ്പോൾ Thereafter when we think about യോഹന്നാന്റെ സുവിശേഷം 19 അധ്യായത്തിന്റെ 17 വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. John's Gospel chapter 19 verses 17. അവർ യേശുവിനെ കൈയേറ്റു, അവൻ താൻ തന്നെ ക്രൂശിൽ 19:17 സത്യത്തിന് സാക്ഷ്യം വഹിക്കുവാൻ ഞാൻ ലോകത്തിൽ വന്നു, ജനിച്ചിരിക്കുന്നു. സത്യതൽപരമാരെല്ലാവരും എന്റെ വാക്ക് കേൾക്കുന്നു. He not to bear the witness and the truth. I came to the world. Those who follow the truth hearken to my voice. എത്ര വാക്യം? 17 സത്യത്തിന് സാക്ഷ്യം വഹിക്കുവാനായിട്ട് യേശു ലോകത്തിലേക്ക് വന്നു. Bearing the testimony of truth, Lord Jesus Christ came to the world. സത്യതൽപരന്മാര് എന്റെ വാക്ക് കേൾക്കുന്നു. Those who desire truth listen to my voice. എന്തിനു വേണ്ടി യേശു മനുഷ്യാവതാരം എടുത്ത് ലോകത്തിലേക്ക് വന്നു? What for did Jesus Christ put on the human form and come to the world? സത്യത്തിന് സാക്ഷ്യം നിൽക്കുവാനായി, To bear witness to truth, ഒരു ആത്മീക രാജ്യം സ്ഥാപിക്കാനായി, to establish a spiritual kingdom. പീലാത്തോസ് അവനോട് ചോദിക്കുന്നു, രാജാവ് തന്നെയോ? Pilate asked him, are you the king? അതേ, ഞാൻ രാജാവ് തന്നെ. എന്റെ രാജ്യം ഐഹികമല്ല. He responds affirmatively, but my kingdom is not up to this world. അതെ, ലോക രാജ്യങ്ങളെല്ലാം ഒഴിഞ്ഞു പോകുന്നു. All the kingdoms of the world pass away. എന്നാൽ ഒഴിഞ്ഞു പോകാത്തൊരു രാജ്യമുണ്ട്. There is a kingdom which shall never pass away. അതെ, ആ രാജ്യം സ്ഥാപിക്കപ്പെടാൻ പോവുകയാ. That kingdom is yet to be established. ദർശനത്തിൽ കണ്ടതായ ആ രാജാവ് ദർശനത്തിൽ കണ്ടതായ ആ ദിവ്യരാജ്യമാണ് കല്ല് വന്ന അബിംബത്തെ ഇടിച്ച് തകർത്ത് സർവഭൂമിയിലും നിറഞ്ഞതായ രാജ്യം, വിശുദ്ധന്മാരുടെ രാജ്യം അതാകുന്നു എത്രയും വേഗം വരാൻ പോകുന്നത്. In the book of Daniel, there was a dream, there was an image, there's a stone not touched by human hands, that it comes down, dashes on the fort, that demolishes everything. A new kingdom is established. That is the kingdom of God. ഇന്നത്തെ ഭരണകൂടങ്ങളെല്ലാം മാറ്റപ്പെടാൻ പോവുകയാണ്. The present governments are going to be overthrown. അതേപോലെ തെരഞ്ഞെടുപ്പൊക്കെ നടക്കുന്നത് കേവലം 5 വർഷത്തേക്കുള്ള ഭരണത്തിന് വേണ്ടി മാത്രമാണ്. We are in the face of an election. This is only for 5-year government. എന്നാ ദൈവമക്കൾക്ക് ഒരു പ്രത്യാശയുണ്ട്. സർവഭൂമിയിൽ നിറയുന്ന ഒരു കല്ല് വന്ന ഈ ഭരണകൂടങ്ങളെല്ലാം ഇടിച്ച് തകർത്ത് ഒരു സാമ്രാജ്യം ഈ ലോകത്ത് സ്ഥാപിക്കപ്പെടാൻ പോകുന്നു. But the people of God have got a tangible hope. There's a stone which is going to destroy everything, fill this whole earth. There is a kingdom of God. ആ ദൈവരാജ്യത്തിന്റെ ഉള്ളിൽ നാം ഇപ്പോൾ വന്നിരിക്കുകയാണ്. We are now stepped into the kingdom of God. അതൊരു ആത്മീക രാജ്യമാണ്. That's a spiritual kingdom. നമ്മുടെ കർത്താവായ യേശുവിന്റെ വരവിന് ശേഷമായി ഒരു വിശുദ്ധന്മാരുടെ രാജ്യം ഇവിടെ സ്ഥാപിക്കപ്പെടാൻ പോവുകയാണ്. Following the advent of Lord Jesus Christ, the kingdom of the saints is going to be propounded here. ദാനിയേൽ 7:27 വായിക്കുന്നു, പിന്നെ രാജ്യത്വവും ആധിപത്യവും എല്ലാ രാജ്യങ്ങളുടെ മഹത്വവും അത്യുന്നതനായ ദൈവത്തിന്റെ വിശുദ്ധന്മാർക്ക് ലഭിക്കും. Daniel chapter 7:27. Thereafter kingdom, the power and everything shall be given to the sons of God, the saints of the kingdom of God. അതിനായി കാത്തിരിക്കുന്ന ദൈവമക്കൾക്ക് രാഷ്ട്രീയം എന്ന് പറയുന്നൊന്നുമില്ല. The people of God who are waiting for the same, there is nothing called politics. ദൈവം രാജാക്കന്മാരെ നീക്കുകയും വാഴിക്കുകയും ചെയ്യുന്നു. And he is establishing many kings, overthrowing many kings. അവൻ വാഴുന്നത് സ്വർഗമാകുന്നു. It is heaven that reigns. ദൈവത്തിന്റെ സ്തോത്രം. Praise be to God. അത് വിശ്വസിക്കുന്ന ദൈവമക്കൾ ലോകത്തെ ഭരിക്കാൻ പോവുകയാണ്. People who believe it are going to rule this world. യേശു ആ സത്യത്തിന് സാക്ഷ്യം നിൽക്കാൻ ലോകത്തിലേക്ക് വന്നു. Jesus came to the world in order to bear testimony unto such a truth. എന്താണ് സത്യം എന്ന് പറയുന്നത്? What is this truth? വ്യാജമല്ലാത്തതാണ് സത്യം. That it is not falsehood is true. വ്യാജം എന്ന് പറയുമ്പോൾ അതേ മായയാകുന്നു. ഈ ലോകം മുഴുവനും കാണുന്നതെല്ലാം മായയാകുന്നു. False, vanity, mirage. അതെ, എന്നാൽ സനാതനം എന്നേക്ക് നിലനിൽക്കുന്നുണ്ട്, അതാകുന്നു സത്യം എന്ന് പറയുന്നത്. There is something lasting forever, permanent, ever and ever. That's the truth. പിതാവിന്റെ നിത്യരാജ്യം അത് സനാതനമാണ്, അത് സത്യമാണ്. Therefore, the kingdom of the Father is an everlasting one. That's the truth. യേശു ആ പിതാവിന്റെ നിത്യരാജ്യത്തിന് സാക്ഷി നിൽക്കാനായി ലോകത്തിലേക്ക് വന്നു. Lord Jesus Christ came to the world
in order to bear testimony unto that everlasting kingdom. അതേ മായയാകുന്ന ഈ വ്യാജമാകുന്ന ഇതെല്ലാം നീങ്ങിപ്പോകാൻ പോവുകയാണ്. This falsehood, this vanity, everything is going to pass away. അതുകൊണ്ട് ഈ ആയുസ്സിൽ മാത്രം നാം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചാൽ സകല മനുഷ്യരിലും അരിഷ്ടരായി തീരും. Therefore, if we put our trust on Lord Jesus Christ, only for this earthly life, we are the most wretched, miserable of all. അതേ ആ സത്യത്തിന് സാക്ഷി നിൽക്കാൻ യേശു ലോകത്തിലേക്ക് വന്നു. Jesus came to the world to bear testimony unto truth. നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്. Let your heart not be troubled. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിൽ വിശ്വസിപ്പീൻ. Believe in me, believe in God. എന്റെ പിതാവിന്റെ രാജ്യത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. There are many mansions in my Father's house. അവിടെ നിങ്ങൾക്ക് വേണ്ടി ഒരു ദൈവരാജ്യം, ഒരു പുതിയ യെരൂശലേം, സ്വർഗ്ഗസിയോൻ ഒരുക്കുവാൻ ഞാൻ പോകുന്ന യേശു പറയുകയുണ്ട്. I go to prepare a place for you, a new Jerusalem, a heavenly Zion. ഈ സത്യത്തിന് സാക്ഷ്യം നിൽക്കാനായി യേശു ലോകത്തിലേക്ക് വരികയുണ്ട്. Lord Jesus Christ came to the world to bear testimony unto this the truth. ദൈവത്തിന്റെ സ്തോത്രം. Praise be to God. അതേ ഈ സത്യത്തിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവന്നിരിക്കുകയാണ്. God has brought us unto this the truth. ഈ സത്യം അറിഞ്ഞവർ, ആ അപ്പോസ്തോലിക സത്യങ്ങളെ അറിഞ്ഞ ജീവിതത്തിൽ അനുഭവമാക്കുന്നവർ സ്വതന്ത്രരായി പറന്നു പോകാൻ പോവുകയാണ്. Those who know this the truth, those who inherit the apostolic doctrine, that's the truth, are going to inherit the everlasting truth. അടുത്തതായിട്ട് നാം ചിന്തിക്കുമ്പോൾ Thereafter, യേശു ലോകത്തിലേക്ക് വന്നു. what for did Jesus come to the world? അതെ, നമുക്ക് അനുകരണീയമായ ഒരു മാതൃക കാണിക്കാനായിട്ട് യേശു ലോകത്തിലേക്ക് വരികയുണ്ട്. He not set before us an example that we can emulate. പത്രോസിന്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 21-ാം വാക്യം നാം വായിക്കുമ്പോൾ, 1 Peter chapter 2 verse number 20. 21-ാം വാക്യം 21. അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ച് നിങ്ങൾ അവന്റെ കാൽച്ചൂട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ചു. നമുക്ക് നല്ല ഒരു മാതൃക, നാം എങ്ങനെ നടക്കണം എന്നുള്ളൊരു മാതൃക കാണിച്ചിരിക്കുകയാണ്. He had set before an example that we may to follow. പൗലോസ് തിമോഥെയോസിനെ എഴുതുമ്പോൾ അവൾ വായിക്കുന്നു, സത്യത്തിനും തൂണും അടിസ്ഥാനമായ ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദേവാലയത്തിൽ നടക്കേണ്ടതിന്, അതെ അവൻ ജഡത്തിൽ, ദൈവം, God manifest in the flesh, ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു എഴുതിയിരിക്കുകയാണ്. Saint Paul, why did Epistle Timothy says that in order to be the established the pillar and foundation of the truth, Lord Jesus Christ manifested in the flesh. അന്ത്യോക്യയിൽ വെച്ച ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന പേരുണ്ടായി. At Antioch, Christians were given the name Christians. അതേ, അവരെ ക്രിസ്തുവിനെ പോലെ ശിഷ്യന്മാർ കാണപ്പെട്ടു. Disciples were likened to Jesus. അവൻ വസിക്കുന്നവൻ അവൻ നടന്ന പോലെ നടക്കേണ്ടതാകുന്ന യോഹന്നാൻ അപ്പോസ്തലൻ പറയുകയാണ്. Apostle John says, he that is the Lord Jesus Christ should walk after him. അവനൊരു മാതൃക കാണിച്ചിട്ട് പോയി. He set an example. പൗലോസ് പറഞ്ഞു, ഞങ്ങൾ അതേ കാണിച്ച മാതൃക പ്രകാരം നിങ്ങൾ നടപ്പി. Saint Paul says that requests us to follow that doctrine, that model. പൗലോസ് തിമോഥെയോസിനോട് പറയുന്നു, വാക്കിലും നടപ്പിലും വിശ്വാസത്തിലും സ്നേഹത്തിലും നിർമ്മലതയിലും വിശ്വാസികൾക്ക് നീ മാതൃകയായിരിക്കുക. Saint Paul, it's a Timothy, in a word, in a deed, in a conversation, in a movement, he must be an example to the followers. അങ്ങനെ ചെയ്താൽ നീ നിന്റെ പ്രസംഗം കേൾക്കുന്നവരെയും രക്ഷിക്കും. If you practice so, you and all the people that you preach, they shall be saved. ദൈവത്തിന്റെ സ്തോത്രം. Praise be to God. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് ഒരു മാതൃകയായി തീരുവാൻ ജഡത്തിൽ ലോകത്തിൽ വെളിപ്പെട്ട് ലോകത്തിൽ ജീവിച്ചു കാണിച്ചു. Lord Jesus Christ manifest in the world as a flesh, in order to set an example before us, and he had exemplified. അവന്റെ കാൽച്ചുവടുകളെ പിൻപറ്റുവാൻ, കുഞ്ഞാടിനെ ഇവിടെയും വരാൻ പോകുന്ന നിത്യതയിലും സിയോനിൽ അനുഗമിക്കുവാൻ ഈ അപ്പോസ്തലിക പ്രതിഷ്ഠയും അപ്പോസ്തലിക ശുശ്രൂഷയും അപ്പോസ്തലിക കൂട്ടായ്മയും നമുക്ക് തന്നിരിക്കുകയാണ്. In order to follow the footsteps, in order to follow the Lamb here and the world to come, the Lord has given us the apostle doctrine and the apostolic fellowship. അടുത്തതായി നാം ചിന്തിക്കും, യേശു ലോകത്തിൽ വന്നതിന് വേണ്ടിയാ. In furtherance, what for? Had Jesus come to the world? അഹരോന്റെ ക്രമത്തിലുള്ള പൗരോഹിത്യത്തെ മാറ്റിയിട്ട് മാറാത്ത ഒരു പൗരോഹിത്യം മൽക്കീസേദെക്കിന്റെ ക്രമത്തിൽ സ്ഥാപിക്കുവാനായി യേശു ലോകത്തിൽ വന്നു. To take away the priesthood after the order of Aaron and establish an everlasting priesthood after the Spirit. Lord Jesus Christ came to the world. നമ്മുടെ ബലഹീനതകളെ നമുക്ക് സമാധാനം കാണിക്കേണ്ടതിന് വേണ്ടി, not your sympathy at our infirmities. അതേ, നാം ആ പരീക്ഷകൾ സഹിക്കുമ്പോൾ നമുക്ക് സഹായം ലഭിക്കേണ്ടതിന് വേണ്ടി, God we undergo suffering in order to bring us succor. സദാകാലത്തേക്ക് നമുക്ക് സൽഗുണപൂർത്തി വരുത്തേണ്ടതിന് വേണ്ടി, in order to bring perfection forever and ever in our life. അതേ, ഒരു പൗരോഹിത്യ ശുശ്രൂഷ നമുക്ക് തന്നിരിക്കുകയാണ്. God has given us a priestly ministry. എബ്രായ ലേഖനത്തിൽ ആ പൗരോഹിത്യത്തിന്റെ ആ വിശേഷതയാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. In Hebrews, the salient attributes of that priestly ministry have been referred to. അതിനുവേണ്ടി കൈപ്പണിയായ വിശുദ്ധ മന്ദിരത്തിലേക്കല്ല, ദൈവസന്നിധിയിലേക്ക്, പിതാവിന്റെ വലതുഭാഗത്തേക്ക് അത്രേ മഹാപുരോഹിതനായി നമ്മുടെ യേശു പ്രവേശിച്ചിരിക്കുന്നത്. For the same purpose, it is not to the holy mansion,
made with the human hand, rather under the holy presence of the Heavenly Father, Lord Jesus Christ has found access. ആകയാൽ നമുക്ക് ഈ കൃപായുഗത്തിൽ ആ കൃപാസനത്തോട് ധൈര്യത്തോടുകൂടി അടുത്ത് വരാൻ കഴിയും. Therefore, in this dispensation of grace, we can come closer to the throne of mercy boldly. ഇപ്പോൾ നാം കൃപാസനത്തിലേക്ക് ആത്മീയ സിയോനിലേക്ക് യെരൂശലേമിലേക്ക് അടുത്ത് വന്നിരിക്കുകയാണ്. We are drawn closer to the throne of grace under the spiritual Jerusalem and Zion. പഴയ നിയമത്തിൽ ആർക്കും തന്നെ അവിടേക്ക് വരാൻ സാധിച്ചിരുന്നില്ല. In the Old Testament, nobody could find access there. പുതിയ നിയമ സഭയ്ക്ക് വേണ്ടി തന്നെ മണവാട്ടിക്ക് വേണ്ടി കർത്താവ് ഒരുക്കുകയാണ്. It is for the New Testament church, for the bride, the Lord is preparing it. അവസാനമായി നാം ചിന്തിക്കുമ്പോൾ Finally, will we think about this? യേശു ലോകത്തിൽ വന്നത് എന്തിനു വേണ്ടിയാണ്? What for did Jesus come to the world? അവൻ മണവാളനായി മണവാട്ടിക്ക് വേണ്ടി ലോകത്തിലേക്ക് വരികയുണ്ടായി. He came to the world as a bridegroom to prepare a glorious bride. യേശു ഭാവികളെ രക്ഷിക്കാൻ വന്നു എന്നുള്ളത് ഒരു കാര്യം. There is one aspect. Jesus came to the world to save sinners. മണവാട്ടി സഭയ്ക്ക് വേണ്ടി അവൻ തന്നെ മുമ്പിൽ നിർത്തേണ്ടതിന് വേണ്ടി തന്നെ താൻ ഏൽപ്പിച്ചു കൊടുക്കാൻ വേണ്ടി ഈ ലോകത്തിലേക്ക് വരികയുണ്ടായി. Lord Jesus Christ came to the world in order to give himself and a glorious church. That's a glorious, beautiful bride. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 29-ാം വാക്യം നാം വായിക്കുമ്പോൾ John's Gospel chapter 3 verse number 29. മണവാട്ടിയുള്ളവൻ മണവാളനാകുന്നു എന്നോട് യോഹന്നാൻ പറയുകയാ. He that is the bride is a bridegroom. മണവാളന്റെ സ്നേഹിതനോ നിന്ന് അവന്റെ വശബ്ദം കേട്ട് സന്തോഷിക്കുന്നു. And we are carrying the voice of the friend of the bridegroom and rejoicing. പഴയ നിമിഷന്മാരും ദൂതന്മാരും ഒക്കെയും മണവാളന്റെ സ്നേഹിതന്മാരും അയൽക്കാരുമായി കാണപ്പെടുകയാ. What am I saying? Followers, they were the neighbors and the friends of the bridegroom. പുതിയ നിയമ സഭ മണവാളന് അനുരൂപമായ മണവാട്ടിയായി രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാ. New Testament church is being identified, transformed to the suitable mate, that is bride and the bridegroom. ആ തേജസ്സേറിയ മണവാട്ടിക്ക് വേണ്ടിയാണ് നമ്മുടെ കർത്താവായ യേശു ലോകത്തിലേക്ക് വന്നത്. For the glorious bride, Lord Jesus Christ came to the world. രൂപാന്തര ശരീരം നാം പ്രാപിക്കേണ്ടതിന് വേണ്ടി അവൻ നമ്മെ വീണ്ടും ജനിപ്പിക്കുകയുണ്ടായി. In order that we may put on the body of transformation, the Lord has begotten us. അതേ ക്ഷയം വാട്ടം മാലിന്യത്തിന് അവകാശത്തിലേക്ക് നാം എത്രയും വേഗം എത്തിച്ചേരാൻ പോവുകയാണ്. Very nigh we are going to reach an inheritance which is incorruptible, undefiled, which is unfadable. കറ ചുളുക്കം വാട്ടം മാലിന്യാത്ത തേജസ്സേറിയ സഭയെ തന്റെ മുമ്പിൽ നിർത്തുവാൻ ആ സഭയ്ക്ക് വേണ്ടി തന്നെ താൻ ഏൽപ്പിച്ചു തന്നിരിക്കുകയാണ്. He gave himself and a church that is glorious, without a spot or wrinkle or anything, that he is going to present before him. ദൈവത്തിന് സ്തോത്രം. Praise be to God. 1 Corinthians 15-ാം അധ്യായത്തിന്റെ 50-ാം വാക്യം നാം വായിക്കുമ്പോൾ as we turn to 1 Corinthians chapter 15 verse number 50. സഹോദരന്മാരെ, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യം അവകാശമാക്കാൻ കഴിയുകയില്ല. Brethren, flesh and blood cannot inherit the kingdom of God. വായിക്കാം. സഹോദരന്മാരെ, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയുകയില്ല. ദ്രവത്വം അദ്രവത്വത്തെ അവകാശമാക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു. ജഡത്താൽ ജനിച്ച ആർക്കും തന്നെ ആ ദൈവരാജ്യം അവകാശമാക്കാൻ കഴിയുകയില്ല. Corruption, which means anyone who is born of the flesh cannot inherit the kingdom of God. എന്നാൽ വീണ്ടും ജന്മം പ്രാപിച്ച ആത്മാവിനാൽ ജനിച്ച ഒരു ദൈവത്തിന് ആ വാഗ്ദത്തം ഇന്ന് രാത്രി കർത്താവ് വെളിപ്പെടുത്തുകയാ. Those who are born again, born by the Spirit of God, tonight the Lord is revealing unto you the heavenly vision. മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യം അവകാശമാക്കാൻ കഴിയുകയില്ല. Flesh and blood cannot inherit the kingdom of God. ദ്രവത്വം അദ്രവത്വത്തെ അവകാശമാക്കുകയില്ല. Corruption cannot put on incorruption. എന്നാൽ യേശു എന്തിന് മനുഷ്യനായി ലോകത്തിൽ വന്നു? What for did Jesus come to the world as a human being? മക്കൾ ജഡരക്തങ്ങളോടുകൂടിയവരാകൊണ്ട് അവനവരെ പോലെ ജഡരക്തങ്ങളോടുകൂടിയവനായി. As a children of the flesh and the blood, he took the same form. നമുക്കൊരു വീണ്ടും ജനനം നൽകി. He has given us a reborn experience. ആത്മാവിൽ ജനനം നൽകി. He has given us a birth by the Spirit. ക്രിസ്തുവിൽ ശിശുക്കളായിരിക്കാതെ തലയോളം വളരുവാൻ, പുത്രത്വം പ്രാപിപ്പാൻ കാലസമ്പൂർണ്ണതയിൽ അവൻ സ്ത്രീയുടെ സന്തതിയായി വന്നു. As the first time he came as the seed of the woman, not to remain as a babe, we must grow under the head, the stature of the measure of Christ. ആ പുത്രത്വത്തെ പ്രാപിക്കുന്നവർക്ക് ആ അദ്രവത്വം പ്രാപിക്കാൻ തക്കവണ്ണം കഴിയും. Those who find adoption can find this incorruption. ദൈവത്തിന്റെ സ്തോത്രം. Praise be to God. 15-ാം അധ്യായത്തിന് 54-ാം വാക്യം നാം വായിക്കുമ്പോൾ 1 Corinthians chapter 15 verse 54. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്വത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന് എഴുതിയ വചനം നിവൃത്തിയാകും. ആ വചനം എത്രയും വേഗം തിരുസഭയിൽ നിറവേറാൻ പോവുകയാണ്. That word is going to be fulfilled in the church of God. നമ്മുടെ കണ്ണുകളെ നമുക്ക് അടയ്ക്കാം. Shall we close our eyes? മുഴങ്കാലുകൾ അടയ്ക്കാം. Be on the knees. അതെ, ദൈവത്തിന്റെ വചനം നാം ഇതുവരെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. We have been inclining to the word of God. അതെ, നാം ഈ ലോകത്തോടുകൂടെ നശിച്ചു പോകേണ്ടവരല്ല. We are not expected to go astray with the world. അവൻ നമ്മെ തന്നെ പോലെ ആക്കി തീർക്കുകയാണ്. He
He makes us like He Himself is. നമ്മളെ സൃഷ്ടിച്ചവന്റെ അതേ സ്വരൂപത്തിലായി തീരുവാൻ അവൻ നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുകയാ. He has begotten us in order to put on the same image of our Creator. ക്ഷയം വാട്ടം മാലിന്യത്തിന് അവകാശം നമുക്ക് തരാൻ പോവുകയാ. He is going to supply a great inheritance, incorruptible, unfadable, unblameable. അതേ ശരിയ സഭയ്ക്ക് മണവാളനായി തീരുവാൻ അവൻ ലോകത്തിലേക്ക് വന്നു. He has come to the world in order to be the bridegroom of the glorious church, which is His bride. പിതാവിന്റെ അനാദി നിർണയം നമ്മെ കുറിച്ചുള്ളതാണ്. The eternal plan of God is about us only. നാമോന്റെ സന്നിധി വിശുദ്ധരും നിഷ്കളങ്കരമായി തീരണം. We must be holy, unblameable love before Him. കറചുളുക്കം വാട്ടം മാലിന്യമില്ലാത്തൊരു മണവാട്ടിയായി തീരണം. As a bride devoid of spot or wrinkle. അതിനായി നിയമിക്കപ്പെട്ട ദൈവമക്കളെല്ലാം അവരുടെ തീരുമാനങ്ങളെ പ്രതിഷ്ഠകളെ പുതുക്കാം. The people of God appointed for the saint, renew your hope. അതെ, അഭിഷേകത്തെ പുതുക്കാം. Renew your anointing. ആത്മാവിൽ നിറയാം. Be filled in the Spirit. ഭാഷകളിൽ സംസാരിക്കാം. Talk in tongues. അതെ, അടയാളം ആ മുദ്ര വെളിപ്പെടട്ടെ. Let the seal be manifested. അദ്ദേഹത്തിന് സ്തോത്രം. Praise be to God. നമുക്ക് ആ ആദ്രവത്വത്തെ പ്രാപിക്കാം. Let us put on incorruption. അതെ, മരണം നീങ്ങി ജയം വന്നു എന്നുള്ള ആ വചനം നിറവേറാൻ പോവുകയാണ്. Death is swallowed by life. That word is going to be fulfilled. അവൻ മരണത്തെ സദാകാലത്തേക്ക് നീക്കിക്കളയുന്ന യെശയ്യാ 25:8 വാക്യത്തിൽ വായിക്കുന്നു. Isaiah 25 verse number 8 we read, He is going to destroy death forever. അതെ, മരണ ഭയം അവൻ നീക്കിക്കളയുകയാ. He is destroying the fear of death. തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയുകയാ. Perfect love casts so fear of death. ന്യായ ദിവസത്തിൽ ധൈര്യമുണ്ടാകുവാൻ തക്കവണ്ണം ഇതിനാൽ സ്നേഹം നമ്മോട് തികഞ്ഞിരിക്കുകയാ. Have boldness on the day of judgment. The love of God is perfect in our life. യേശുവിന്റെ മഹാസ്നേഹത്താൽ നമുക്ക് നിറയപ്പെടാം. Let us be filled with the love of Jesus. എല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കും. Let us all talk in tongues. അതെ, വീണ്ടും വേണ്ടി നമ്മെ അച്ചാരം തന്ന് മുദ്രയിട്ടിരിക്കുകയാണ്. We are sealed with that adoption. എല്ലാവരും ആ മുദ്രയെ പുതുക്കുക. Renew that seal. നമ്മുടെ യേശു വരാറാ. Jesus is coming soon. മണവാട്ടിയെ ചേർക്കാറാ. He is going to gather the bride. അവന്റെ വരവിന്റെ ശബ്ദം ലോകം മുഴുവൻ കേട്ടുകൊണ്ടിരിക്കുകയാ. Throughout the world we are inclined the ringing of the coming of the Lord. ആ സ്വർഗ്ഗ സന്തോഷത്താൽ നമുക്ക് നിറയപ്പെടാം. Be filled with the heavenly joy. തരുവാൻ നമ്മുടെ കർത്താവ് ലോകത്തിലേക്ക് വന്നു. The Lord has come to the world to supply that joy. സ്വർഗ്ഗ സന്തോഷവും സ്വർഗീയാവാസവും സകലവും പേർക്കായി നീ വെടിഞ്ഞു. സ്വർഗ സന്തോഷവും സന്തോഷമുള്ളവരെല്ലാം സകലവും എൻ പേർക്കായി നീ വെടിഞ്ഞു. മഹിമാസനത്തിന്റെ മഹനീയ സന്നിധി മമ ജീവനെ പ്രതി നീ മറന്നുവോ. മഹിമാസനത്തിന്റെ മഹനീയ സന്നിധി മമ ജീവനെ പ്രതി നീ മറന്നുവോ. എൻ പ്രിയനേ നിന്നോ
Now, this is the time we heard for about more than an hour the word of God. This is the time to claim that word. നാം ഇതുവരെയും ദൈവത്തിന്റെ വചനങ്ങൾ അധികമായി കേട്ടുകൊണ്ടിരുന്നല്ലോ. ഇപ്പോൾ അതെല്ലാം നാം അവകാശപ്പെടുത്തുവാനുള്ള സമയമാണ്. So it is a word which we all understand. So now claim it. Lord, do this. You spoke this word. Do it in my life. Then speak in tongues. ആ കേട്ടതായ വചനങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നിങ്ങൾ അത് അവകാശമാക്കണം. നിങ്ങൾ പറയേണ്ടത് എങ്ങനെയാണ്? കർത്താവേ, നീ അത് സംസാരിച്ചല്ലോ, നീ അതിപ്പോൾ ചെയ്യണമേ. എന്നിട്ട് നമുക്ക് ആത്മാവിൽ നിറഞ്ഞ അന്യഭാഷകൾ പറയാം. So we heard about the first man. He was found in the eternal life, the glory of God, fellowship with God, all these blessings. But he disobeyed God's commandment. Death came into him. ഒന്നാമത്തെ മനുഷ്യനെ നോക്കുമ്പോൾ അവന് എല്ലാവിധമായ അനുഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. അവൻ ദൈവ തേജസ് ധരിച്ചിരുന്നു. അവൻ അദ്രവത്വം ഉണ്ടായിരുന്നു, അമർത്യതയുണ്ടായിരുന്നു. എന്നാൽ പാപം ചെയ്തപ്പോൾ എല്ലാം അവന് നഷ്ടമായി. Then he was subject to physical death. So spiritual death came in. He died in his soul. He was separated from God. Then physical death also came into his life. ആദ്യം അവന് ആത്മീക മരണമുണ്ടായി. അവൻ ദൈവത്തിൽ നിന്ന് വേർപെട്ടു, അവൻ ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു. തുടർന്ന് അവന് ശാരീരിക മരണവും സംഭവിച്ചു. Then he was subject also to the second death, which is the eternal place of punishment, of judgment, which is torment, which is the lake of fire. പിന്നീട് നിത്യത്തെ പോകുകയാകുന്ന ശിക്ഷാവിധിയുടെ സ്ഥലമാകുന്ന രണ്ടാം മരണത്തിന് അവൻ യോഗ്യനായി തീരുന്നു. So we heard Jesus our Lord died on the cross, taking our sins, the chastisement for our sins. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയുള്ളതായ ശിക്ഷാവിധികളെല്ലാം ചുമന്ന് നമുക്കായി ക്രൂശിൽ മരിച്ച യേശു നമുക്കുണ്ട്. So such murderers, such who are punished like that, only will such are punished like the way the Lord Jesus he died like that. കർത്താവായ യേശു അനുഭവിച്ചതായ മരണശിക്ഷയുണ്ടല്ലോ, കൊലപാതകികളാണ് സമാനമായ ശിക്ഷകൾ അനുഭവിക്കാറ്. യേശു അങ്ങനെയുള്ളതായ ഒരു ശിക്ഷ നമുക്ക് വേണ്ടി അനുഭവിച്ചു. Because he had to take our death. എന്തുകൊണ്ട്? നമ്മുടെ മരണം അവൻ ചുമക്കേണ്ടിയിരുന്നു. So he had to take our sins. ആകയാൽ നമ്മുടെ പാപങ്ങളും അവൻ എടുക്കേണ്ടിയിരുന്നു. So if you believe in that blood which Jesus shed, it has power to forgive your sins. യേശു ചിന്തിയ രക്തത്തിൽ നിങ്ങൾ വിശ്വസിക്കുമോ? ആ രക്തത്തിന് നിങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കുവാനുള്ള ശക്തിയുണ്ട്. If you believe he bore all the wrath of God for your sins and my sins. എന്റെയും നിങ്ങളുടെയും പാപങ്ങൾക്കുള്ള ദൈവക്രോധമെല്ലാം യേശു ചുമന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുമ്പോൾ, we can truly enjoy liberty from every sin today. വാസ്തവമായി ഇന്ന് നമുക്ക് ഓരോ പാപത്തിൽ നിന്ന് സാക്ഷാൽ സ്വാതന്ത്ര്യം അനുഭവിക്കാം. Such who hear this gospel today, you can believe Jesus took your sins, repent of your sins. Today you can receive eternal life into your heart. പാപങ്ങളെ കർത്താവായ യേശുവിനെ ചുമന്ന ഇന്ന് രാത്രി ദൈവവചനം കേട്ടവർ നിങ്ങൾ വാസ്തവമായി നിങ്ങൾ അനുഭവിക്കുന്നുവെങ്കിൽ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ആ നിത്യമായ ജീവനെ അനുഭവിക്കാം. Then the Lord is going to deliver all from all your oppression, sicknesses and everything else. അതോടൊപ്പം തന്നെ എല്ലാവിധമായ രോഗങ്ങൾ, അടിമത്തങ്ങളിൽ നിന്നെല്ലാം യേശു നിങ്ങളെ സ്വതന്ത്രരാക്കും. Be born of water, be baptized in water. വെള്ളത്താൽ ജനിക്കുക അഥവാ ജലസ്നാനം സ്വീകരിക്കുക. Be baptized in the Holy Spirit. Evidence of speaking in tongues. അന്യഭാഷാ ഭാഷണമാകുന്ന ലക്ഷണത്തോടുകൂടി പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുക. Today the Lord Jesus is able to set us free from every sin. എല്ലാ പാപത്തിൽ നിന്ന് നമ്മെ സ്വതന്ത്രരാക്കുവാൻ യേശു ഇന്ന് ശക്തനാകുന്നു. He delivers us from the old man we heard. നമ്മൾ കേട്ടല്ലോ, പഴയ മനുഷ്യനിൽ അവൻ നമ്മെ വിടുവിക്കുന്നു. All the deceitful lust that works in man. മനുഷ്യനെ എല്ലാ ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന ആ സ്വഭാവത്തിൽ നിന്ന് വിടുവിക്കുന്നു. Tonight he sets you free. രാത്രി അവൻ നിന്നെ വിടുവിക്കുന്നു. Jesus he took it all. He took all our sins on the cross, and he also destroyed the devil through his death. യേശു അതെല്ലാം ചുമന്നു, ക്രൂശിൽ അവനെല്ലാം വഹിച്ചു. അവൻ തന്റെ മരണത്താൽ പിശാചിനെ നശിപ്പിച്ചിരിക്കുന്നു. We can be joined with him, believing we are dead with him, buried with him in baptism. He will set us free from the old man. അവനോടുകൂടെ നാം മരിച്ച് നാം സ്നാനത്തിൽ അവനോടുകൂടെ പങ്കാളികളായി തീരുമ്പോൾ, നാം അവനോടുകൂടെ കുഴിച്ചിടപ്പെടുമ്പോൾ നമുക്ക് അവനോടുകൂടെ പങ്കാളികളായി തീരുവാൻ കഴിയുന്നു. Tonight God is granting us all this sanctification through his finished work. രാത്രി കാൽവറിയിൽ പൂർത്തീകരിക്കപ്പെട്ട പ്രവൃത്തിയാൽ അവൻ നമുക്ക് എല്ലാവിധമായ വിശുദ്ധീകരണവും നൽകുന്നു. Delivered from the old man and his evil lusts and all his evil characteristics. പഴയ മനുഷ്യനിൽ നിന്ന്, അവന്റെ മോഹങ്ങളിൽ നിന്ന്, ദുഷിച്ച സ്വഭാവങ്ങളിൽ നിന്ന് വിടുതൽ തരുന്നു.
He is able now to make us grow in righteousness and holiness that is of the truth. സത്യത്തിന്റെ ഫലമായി നീതിയിലും വിശുദ്ധിയിലും നമ്മെ വളർത്തുവാൻ അവൻ ഇന്ന് ശക്തനായിരിക്കുന്നു. Oh, today you believe this gospel. ഇന്ന് ഈ സുവിശേഷം നീ വിശ്വസിക്കുക. Today you can experience the kingdom of God. ഇന്ന് നിനക്ക് ദൈവരാജ്യം അവകാശമാക്കാം. The kingdom of God, it is not meat and drink. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല. It is righteousness, peace and joy in the Holy Spirit. അത് നീതി, സമാധാനം, പരിശുദ്ധാത്മാവിലെ സന്തോഷം. Today you are going to experience the kingdom of God. ഇന്ന് നീ ദൈവരാജ്യം അനുഭവിക്കും. The kingdom of God is the experience in righteousness and holiness of the truth. ദൈവരാജ്യം സത്യത്തിന്റെ ഫലമായ നീതിയും വിശുദ്ധിയുമാകുന്നു. No sin can prevail in you. പാപം നിന്നിൽ ബലം പ്രാപിക്കില്ല. Oh, child of God, are you struggling with sin? പ്രിയ ദൈവമേ, നീ പാപത്തോട് പോരാടുന്നു. Believe what Jesus did for you on the cross. യേശു നിനക്ക് വേണ്ടി ക്രൂശിൽ ചെയ്തത് വിശ്വസിക്കൂ. Repent of every sin. അനുതപിക്കൂ. പാപങ്ങളെ ഓർത്ത് മാനസാന്തരപ്പെടൂ. Repent of all the world and all its lust, whatever you have given room to in your life. നീ നിന്റെ ജീവിതത്തിൽ കൊടുത്ത ലോകത്തിനും അതിന്റെ മോഹങ്ങളെയും ഓർത്ത് നീ അനുതപിക്കൂ. Such who give room to the flesh and fleshly characteristics cannot inherit the kingdom of God. ജഡത്തിനും ജഡിക സ്വഭാവങ്ങൾക്ക് ഇടം കൊടുത്തവർക്ക് ദൈവരാജ്യം അവകാശമാക്കാനാവില്ല. Oh, today let us repent and ask the Lord to deliver us. അത് ഇന്ന് നമ്മൾ അനുദപിച്ചാൽ ദൈവം നമ്മെ എല്ലാറ്റിലും നമ്മെ വിടുവിക്കും. The Son was has manifested to destroy the works of the devil. ശാരീരിക പ്രവൃത്തികൾ അഴിപ്പാൻ ദൈവപുത്രൻ പ്രത്യക്ഷനായി. All this evil flesh and the things of the lust and all the flesh and the things of the world and lust and all has been destroyed by the Lord Jesus. നമ്മുടെ കർത്താവായ യേശുവിനെ ഈ ദുഷിച്ചതായ ലോകത്തെ ജഡത്തെ അനുഭവങ്ങളെ പ്രവൃത്തികളെ എല്ലാം നശിപ്പിക്കുവാൻ കഴിയും. If the Son shall make you free, you shall be free indeed. പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. Hallelujah. Tonight let us all stand. അതെ, ഇന്ന് നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. Now you know what you are going to claim for. ഇപ്പോൾ നമ്മൾ എന്താണ് അവകാശമാക്കേണ്ടതെന്ന് Now you മനസ്സിലാക്കി. claim all what you need. ഇപ്പോൾ വേണ്ടതെല്ലാം അവകാശപ്പെടുത്തുക. You cannot live a victorious life in your thoughts. Lord, these things are troubling me in my thoughts. This fleshly character, this worldly things and lust, you repent right now. നിനക്ക് നിന്റെ ചിന്തകളിൽ ഒരു ജയകരമായ ജീവിതം നയിക്കുവാൻ കഴിയുകയില്ലല്ലോ. ആകയാൽ കർത്താവിനോട് പറയുക, കർത്താവേ, ഈ വിധമായ ജഡിക ചിന്തകൾ വിചാരങ്ങൾ എന്നെ കലക്കുന്നു. ആകയാൽ നമുക്ക് ഇപ്പോൾ അതിനെ ചൊല്ലി അനുദപിക്കാം. This is the period of grace. ഇത് കൃപായുഗമാണ്. If you want to live a victorious life, grace is available through the truth. ജയകരമായ ജീവിതം നിനക്ക് നയിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? കേട്ട സത്യപ്രകാരമുള്ള കൃപ നിനക്ക് ലഭിക്കും. Now the grace is coming to you if you claim this truth. നീ സത്യത്തെ അവകാശപ്പെടുത്തുമ്പോൾ കൃപ നിന്നിലേക്ക് വരുന്നു. Hallelujah. Tonight deliverance is coming to രാത്രി you. വിടുതൽ വരുന്നു, നിനക്ക് നേരെ വരുന്നു. Who is giving the deliverance? ആരാണ് വിടുതൽ തരുന്നത്? If the Son shall make you free, you shall be free indeed. ദൈവപുത്രൻ നിന്നെ സ്വതന്ത്രനാക്കിയാൽ നീ സാക്ഷാൽ If the സ്വതന്ത്രൻ. Son shall make you free, you shall be free indeed. ദൈവപുത്രൻ നിന്നെ സ്വതന്ത്രനാക്കിയാൽ നീ സ്വതന്ത്രനായി. Now for the next few moments, don't stop claiming the word and filling the Spirit. അടുത്ത നിമിഷങ്ങളിൽ നീ മൗനമായിരിക്കാതെ ആത്മാവിൽ നിറഞ്ഞ് നീ അതിനെ അവകാശമാക്കി. When you are told to stop, when I say in the mic to stop, then you stop. അത് നിന്നോട് മൈക്കിൽ കൂടെ നിർത്താൻ പറയുമ്പോൾ മാത്രമേ നിർത്താവൂ. Amen. We are getting ready. Why? Because it is preparing us for the kingdom of God. എന്തുകൊണ്ട് നമ്മൾ അതിനായി കാത്തിരിക്കുന്നു? അവൻ നമ്മെ ദൈവരാജ്യത്തിനായി ഒരുക്കുകയാണ്. Very soon Jesus is going to come. എത്രയും വേഗം യേശു വരും. This world is not, we are not going to be here forever. ഈ ലോകത്തിൽ നാം എന്നും പാർക്കാൻ പോകുന്നു. Oh, we are going to go away with Jesus. നാം നമ്മുടെ യേശുവിനോട് മറന്നു പോകും. The incorruptible will be caught up at the coming of the Lord. കർത്താവിന്റെ വരവിൽ നാം അത്രമത്വം അവകാശമാക്കും. Oh, right now he's making you incorruptible. ആകയാൽ നാം ഇപ്പോൾ തന്നെ അദ്രവത്വത്തെ നമുക്ക് അവകാശമാക്കും. Put on the truth. Believe the truth and put on his righteousness and true holiness. ദൈവവചനം വിശ്വസിച്ച് അവന്റെ യഥാർത്ഥ സത്യത്തെയും വിശുദ്ധിയെയും നീതി അവകാശമാക്കാം. Receive. Believe the power in the blood of Jesus. Receive the deliverance. വിശ്വസിക്കാം. യേശുവിന്റെ രക്തത്തിലെ ശക്തിയെ വിശ്വസിക്കാം. വിടുതൽ പ്രാപിക്കാം. That devil has been destroyed. ആ പിശാച് നശിച്ചു. When Jesus died on the cross, he took our sins and destroyed that Satan. യേശു കാൽവരിയിൽ മരിച്ചു നമ്മുടെ പാപങ്ങളെ ചുമന്നപ്പോൾ അവൻ സാത്താനെ നശിപ്പിച്ചു. No sin can have power over you. ഒരു പാപത്തിന് നിന്റെ മേൽ അധികാരമില്ല. No deceitful lust can have power over you. മോഹങ്ങൾക്ക് നിന്റെ മേൽ അധികാരമില്ല. The world and its lust can have no power over you. ലോകത്തിനും അതിന്റെ മോഹങ്ങൾക്കും നിന്റെ മേൽ അധികാരമില്ല. The flesh and evil characteristics can have no power over you. ജഡത്തിനും അവന്റെ ദുഷ്ട സ്വഭാവങ്ങൾക്ക് നിന്റെ മേൽ അധികാരമില്ല. Now receive, believe the truth, receive his grace, receive that anointing. സത്യം വിശ്വസിക്കാൻ കൃപ പ്രാപിക്കാം. ഒരു അഭിഷേകം പ്രാപിക്കാം. The kingdom of God is in you. ദൈവരാജ്യം നിന്നിലുണ്ട്. Oh, Jesus is going to come very soon. യേശു
incorruptible is going to be given to you. ഇതാ നിനക്കൊരു അഴിയാത്ത അവകാശം നിനക്ക് നൽകും. Undefiled inheritance. മലിനമില്ലാത്തൊരു അവകാശം. Glorious inheritance. തേജസ്സേറിയ അവകാശം. If you keep quiet, no inheritance for you. ഇല്ലാതിരുന്നാൽ നിനക്ക് അവകാശമില്ല. The Holy Spirit is preparing you. പരിശുദ്ധാത്മാവ് നിന്നെ ഒരുക്കുന്നു. Speak in tongues. അന്യഭാഷ പറയൂ. Claim the truth. സത്യം വിശ്വസിക്കൂ. Believe and claim the truth. സത്യത്തെ അവകാശപ്പെടുത്തൂ. Claim this word. ഈ വചനം അവകാശപ്പെടുത്തൂ. Then you speak in tongues. എന്നിട്ട് അന്യഭാഷ The പറയൂ. Holy Spirit will fulfill that word in your life. പരിശുദ്ധാത്മാവ് അതിനെ നിന്നിൽ സാക്ഷാത്കരിക്കും. Don't keep quiet. മിണ്ടാതിരിക്കരുത്. Speak in tongues. അന്യഭാഷ പറയൂ. Only the Holy Spirit can do it. The power of the Holy Spirit can do it for you. പരിശുദ്ധാത്മാവിന് ദൈവശക്തിക്ക് മാത്രമേ അത് ചെയ്യാൻ കഴിയൂ. Amen. Amen. You can't see it, but if God opens your eyes to see what's happening in the spiritual realm, ആത്മീയാഗോളത്തിൽ സംഭവിക്കുന്നത് എന്താണെന്ന് കാണുവാൻ ദൈവം നിന്റെ കണ്ണുകൾ തുറന്നാൽ പിന്നീട് നിനക്ക് ഇരിക്കുവാൻ കഴിയില്ല. your whole life is being changed gloriously. നിന്റെ ജീവിതം മുഴുവൻ തന്നെ അത് തേജസ്സേറിയതായി പരിണാമപ്പെടും. Inwardly, in your inner, inside, ഉള്ളിൽ it's being changed gloriously. അത് തേജസ്സേറിയ നിലയിൽ നിന്റെ ആന്തരികമായത് രൂപാന്തരപ്പെടും. On the Mount of Transfiguration, for a moment God allowed that glory of Jesus to be seen outwardly. ആ രൂപാന്തരമലയിൽ വെച്ച് ഒരു തൽക്ഷണത്തേക്ക് ആ തേജസ്സിനെ പുറമേ കാണുവാൻ കർത്താവ് അനുവദിച്ചു. If God does that, you can see what's happening now by claiming the truth and filling in the Spirit. നീ അത് അവകാശമാക്കിയിട്ട് നീ ആത്മാവിൽ നിറയുമ്പോൾ ദൈവം അനുവദിക്കുമ്പോൾ നിനക്കത് കാണുവാൻ സാധിക്കും. Hallelujah. Don't doubt. ആകയാൽ സംശയിക്കേണ്ട. Believing the truth. സത്യം വിശ്വസിക്കൂ. Grace of God is flowing. ദൈവകൃപ ഒഴുകുന്നു. Where from? എവിടെ നിന്ന്? From the throne of grace. കൃപാസനത്തിൽ നിന്ന്. I will make you like myself. ഞാൻ നിന്നെ എന്നെ പോലെയാക്കും. I am sent the truth to you through my servant. I will make you like myself. ഞാൻ എന്റെ ഭൃത്യനിലൂടെ എന്റെ സത്യം നിനക്ക് അയച്ചു തന്നെങ്കിൽ ഞാൻ നിന്നെ എന്നെ പോലെയാക്കും. If you believe and speak in tongues, നീ വിശ്വസിച്ച് എന്റെ ഭാഷ പറഞ്ഞാൽ my spirit of grace will do that work in you. എന്റെ കൃപയുടെ ആത്മാവ് നിന്നിൽ അത് ചെയ്യും. Holy Spirit will transform you. പരിശുദ്ധാത്മാവിനെ രൂപാന്തരപ്പെടുത്തും. Don't keep quiet. മിണ്ടാതിരിക്കരുത്. Jesus is coming soon. യേശു വേഗം വരുന്നു. He can come now. അവൻ ഇപ്പോഴും വരാം. Don't think he will come tomorrow. നാളെയാണെന്ന് ചിന്തിക്കേണ്ട. No, it may be too late. അല്ല, അതിന്ന് രാത്രിയാകും. Oh, it may be too late. അത് വൈകുകയില്ല. Don't think he's coming tomorrow. അവൻ നാളെ വരുമെന്ന് ചിന്തിക്കരുത്. He may come now. അവൻ ഇപ്പോഴും വന്നേക്കാം. Open your heart. ഹൃദയം തുറക്കൂ. Give room to the Holy Spirit. പരിശുദ്ധാത്മാവിന് ഇടം കൊടുക്കൂ. Hallelujah. Speak in tongues. അന്യഭാഷ പറയൂ. You heard in the testimony also how God delivered that dear father. നിങ്ങൾ സാക്ഷിയിലും കേട്ടല്ലോ അവരുടെ പിതാവിനെ ദൈവം എങ്ങനെയാണ് വിടുവിച്ചത്. Right now through your prayer, as you are getting transformed, anybody in your family, any other dear one you are burdened for, you get an anointing for them. You claim the truth. ഇന്ന് നിങ്ങൾ അഭിഷേകത്തിൽ നിറയുമ്പോൾ നിങ്ങൾ രൂപാന്തരപ്പെടുക മാത്രമല്ല, അതെ നിങ്ങൾ ഇന്ന് ആത്മാവിൽ നിറയുമ്പോൾ നിങ്ങൾ ആർക്കെങ്കിലും വേണ്ടി അവകാശവാദം ഉന്നയിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ആത്മനിറവിനാൽ അവർക്കൊരു വിടുതൽ ലഭിക്കുകയാണ്. Deliverance will take place. വിടുതൽ സംഭവിക്കുന്നു. How do you know? എങ്ങനെ അറിയാം? Because you have been transformed. നീ രൂപാന്തരപ്പെടുമ്പോൾ Now claim that anointing. ഇപ്പോൾ അഭിഷേകത്തെ അവകാശപ്പെടൂ. Power of God is going forth ദൈവശക്തി പുറപ്പെടട്ടെ from the throne of God. ദൈവസിംഹാസനത്തിൽ നിന്ന്. Wherever it may be, അത് എവിടെയുമാകട്ടെ. power of God is coming forth. അതെ, നീ അതിനു വേണ്ടി ദൈവസ്ഥനിൽ വന്നു. Hallelujah. The Lord also delivered the woman who was bound with the spirit of infirmity. She was bound down for 18 years. 18 വർഷമായിട്ട് രോഗാത്മാവിനാൽ ബന്ധിക്കപ്പെട്ട ആ സ്ത്രീയെയും കർത്താവ് വിടുവിച്ചു. First he sets us free in our spirit, in our soul, then he sets us free in our bodies too. ആദ്യമായിട്ട് നമ്മുടെ ആത്മാവിലും പ്രാണനിലും നമ്മെ സ്വതന്ത്രരാക്കിയിട്ട് നമ്മെ ശരീരത്തിലും അവൻ വിടുവിക്കുന്നു. So right now the Lord is setting you free in your body too. ഇപ്പോൾ കർത്താവ് നിന്റെ ശരീരത്തിലും നിന്നെ സ്വതന്ത്രരാക്കുന്നു. Who says that? ആരാണ് പറയുന്നത്? The Son says
says it. പുത്രൻ പറയുന്നു, If the Son, you shall know the truth shall make you free. പുത്രൻ പറയുന്നു, നിങ്ങൾ സത്യം പറഞ്ഞാൽ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. I took all your sicknesses, infirmities, and I destroyed the devil who brings all these afflictions in your life. നിന്റെ ജീവിതത്തിൽ ഈ വിധമായ ദുരിതങ്ങളെ കൊണ്ടുവരുന്ന എല്ലാ പിശാചിനെയും ഞാൻ നശിപ്പിച്ച ഞാൻ നിന്റെ രോഗങ്ങളെ ബലഹീനതകളെ എന്റെ മേൽ എടുത്തിരിക്കുന്നു. By my stripes you were healed. എന്റെ അടിപ്പിണരുകളാൽ നിനക്ക് സൗഖ്യമായി. He says if you believe the truth, നീ അത് പറയുന്നതിന്റെ ആ സത്യം വിശ്വസിക്കും, the truth shall make you free. ആ സത്യം നിന്നെ സ്വതന്ത്രനാക്കും. And he says, I am the Son. If the Son shall make you free, you shall be free indeed. അവൻ പറയുന്നു, ഞാൻ പുത്രനാണ്, പുത്രൻ നിന്നെ സ്വതന്ത്രനാക്കിയാൽ നീ സാക്ഷാൽ സ്വതന്ത്രനാകും. You believe, you rebuke that spirit of sickness and infirmity. Whatever mental affliction, spiritual affliction, rebuke it in Jesus' name. നീ വിശ്വസിച്ചിട്ട് നിന്നെ ദുരിതത്തിലാക്കുന്ന കഷ്ടത്തിലാക്കുന്ന രോഗമേതോ ദുഷ്ടാത്മാവേതോ അതിനെ നീ ശാസിക്കൂ. In the name of Jesus. യേശുവിന്റെ നാമത്തിൽ. That's the only name that is most powerful. ഏറ്റവും ശക്തമായ ഒരേ നാമം. In the name of Jesus. യേശുവിന്റെ നാമത്തിൽ. Even if you have not received the Holy Spirit, rebuke in the name of Jesus. യേശുവിന്റെ നാമത്തിൽ Tell the devil you are destroyed through his death. യേശു തന്റെ മരണത്താൽ പിശാചിനെ നശിപ്പിച്ചു. You tell the devil in Jesus' name. യേശുവിന്റെ നാമത്തിൽ പിശാചിനോട് പറയൂ, by Jesus' stripes you are healed. യേശുവിന്റെ അടിപ്പിണരാൽ നിനക്ക് സൗഖ്യം. Also the Holy Spirit speak in tongues. പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ അന്യഭാഷ പറയൂ. Amen. Yes, even this evening, for the power of God that is moved in our midst, for all the glorious things He has done, shall be praised God. ഈ സന്ധ്യാവേളയിലും ദൈവശക്തി നമ്മുടെ മധ്യേ വ്യാപരിച്ച് ദൈവം ചെയ്ത എല്ലാ മഹത്വപൂർണമായ പ്രവൃത്തികൾക്കായി സ്തോത്രം ചെയ്യാം. Hallelujah. Praise you. Praise you. Praise you. He spoke to us from His throne above. He revealed all His precious truths, how He can deliver us from death, and He can enable us to be born again, born of water, born of the Spirit, be in the fellowship of the apostles, grow in the apostolic doctrines, and grow in the character of Christ, become perfect as He is, and be found incorruptible, and to be caught up at the coming of the Lord, to be found in the eternal kingdom, for all His precious truth shall be praised God. ഉയരത്തിൽ നിന്ന് സിംഹാസനത്തിൽ നിന്ന് ദൈവം നമ്മോട് സംസാരിച്ചിരിക്കുന്നു. തന്റെ വിലപ്പെട്ടതായ സത്യങ്ങളെ അവൻ നമുക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. കർത്താവായ ലോകത്തിൽ വന്നതെന്തിനാണ് നമുക്ക് അവൻ പറഞ്ഞു തന്നു. അവൻ അവന്റെ മരണത്തെ വഹിച്ചിരിക്കുന്നു. നാം അവന്റെ അദ്രവത്വത്തെ നമ്മൾ അവകാശമാക്കുവാൻ പോകുന്നു. നാം വെള്ളത്താൽ ജനിച്ച് ആത്മാവിനാൽ ജനിച്ച് നാം അദ്രവത്വം അവകാശമാക്കി ജയാളികളായി തീർന്ന കർത്താവായ യേശു വരുമ്പോൾ നാം അവനെ പോലെ അനുരൂപരായി അവന്റെ സിംഹാസനത്തിൽ ഇരുന്ന് നാം അവനോടുകൂടെ ഭരിക്കും. ഈ വിലയേറിയ സത്യങ്ങളെ, തേജസ്സേറിയ സത്യങ്ങളെ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നതിനായി സ്തോത്രം ചെയ്യൂ. Praise the Lord, 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 praise the Lord. Let us pray. പ്രാർത്ഥിക്കാം. കർത്താവേ, ഏകനുള്ള പിതാവേ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്ന കർത്താവേ, അവിടെ ഞങ്ങളെ സ്നേഹിക്കുന്നതിനാൽ, ദേശത്തെ സ്നേഹിക്കുന്നതിനാൽ, ദേശനിവാസികളെ സ്നേഹിക്കുന്നതിനാൽ, ഈ വർഷം കൺവെൻഷൻ തന്നതിനാൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കൺവെൻഷൻ നാമത്തിൽ തന്നെ കർത്താവ് സ്വർഗീയ മഹിമയോടും ദൂതസഞ്ചയത്തോടുകൂടി ഞങ്ങളെ പുതിയ കടന്നു വന്നു. ഞങ്ങളെ കർത്താവ് അനുഗ്രഹിച്ചതിനാൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ആത്മാവിൽ പാടി കർത്താവ് സന്തോഷിപ്പാനും ദൈവസാന്നിധ്യം ആത്മാവിൽ അനുഭവിച്ചറിയുവാനും ഒക്കെയും സഹായിച്ചതിനാൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്ന കർത്താവേ, കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ പ്രാപിച്ചതായ വിടുതലിനെ കുറിച്ച് ഒരൽപ്പത സാക്ഷി കർത്താവ് കേൾപ്പിച്ചതിനാൽ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവ് ഇന്ന് വിടുവിക്കും ദൈവമായി, എല്ലാ രോഗത്തിനും സൗഖ്യം നൽകുന്ന ദൈവമായി, സമാധാനം നൽകുന്ന ദൈവമായി ഞങ്ങളുടെ കൂടെയുള്ളതിനാൽ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവെ, ഇന്ന് രാത്രികാലവും കർത്താവിനോട് സംസാരിച്ചതിനാൽ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. മക്കൾ ജലരക്തങ്ങളോടുകൂടി രാഹിയാൽ അവരെ പോലെ ജലരക്തങ്ങളോടുകൂടി രാഹി മരണ ഭീതിയാൽ അടിമകളായതൊക്കെ വിടുവിച്ചതിൽ എന്ന വചനത്തെ ആസ്പദമാക്കി ഇന്ന് രാത്രികാല കർത്താവിനോട് സംസാരിച്ചതിനാൽ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം. മരണത്തിന് അധികാരിയായ പിശാചിനെ കാൽവരിക്കുരിശിൽ തകർത്ത കർത്താവ്, മരണത്തിന് അടിമയായതൊക്കെ എല്ലാവരെയും വിടുവിച്ച് നിത്യജീവൻ അവകാശിയാക്കി തീർത്തതിനാൽ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന സ്തോത്രം. ക്ഷയം വാട്ടം മാലിന്യമില്ലാത്തതായ അവകാശത്തിനായ ഞങ്ങളെ വീട് ജനിപ്പിച്ചിരിക്കുക ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന കർത്താവേ. കർത്താവിന് ഞങ്ങൾക്ക് ഒരുക്കുന്ന നിത്യരാജ്യത്തിൽ തേജസ്സിൽ കർത്താവിനോട് വാഴുവാൻ യോഗ്യരാത്രികളിലായി കേട്ടതാ അതിനെ പ്രകാരം ഞങ്ങൾ
ജീവിപ്പണ്ടയാക്കളായി ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്ന സ്തോത്രം. പിശാചിന്റെ പ്രവൃത്തി മനുഷ്യത്തിന് പ്രത്യക്ഷമാകുന്ന ദൈവത്തിന് കേട്ടതുപോലെ എല്ലാ പേശായുമായ പ്രവൃത്തികളെ മൂലമാക്കിക്കൊണ്ട് കർത്താവിന്റെ ഹിതം പൂർണ്ണമാക്കിയത് കർത്താവിന്റെ ഒരുക്കപ്പെടുവാൻ സഹായിക്കണനായി പ്രാർത്ഥിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. ഈ ദ്രവത്വത്തെ പ്രാപിച്ചുകൊണ്ട് ആ നിത്യരാജ്യത്തിൽ കർത്താവിനോടുള്ള തേജസ്സിൽ കാണപ്പെടുവാൻ യോഗ്യരാജ്യത്തിനായി യഥാർത്ഥമായി മാനസാന്തരപ്പെട്ട് സ്നാനമേറ്റ് പരിശുദ്ധാത്മ ഔഷധത്തെ പ്രാപിച്ചുകൊണ്ട് ഒരു പരിശുദ്ധമായ ജീവിതം നയിച്ചുകൊണ്ട് കറ ചുളക്കം മുതലായി ഒന്നുമില്ലാത്തവരായി കർത്താവിന്റെ വരവിനായി ഒരുക്കപ്പെട്ടതായ തേജസ്സേറിയ മണവാട്ടിയായി തീരുവാൻ ഞങ്ങളെല്ലാവരെയും കർത്താവ് സഹായിക്കണനായി പ്രാർത്ഥിക്കുന്ന കർത്താവേ, കർത്താവിനോടുകൂടെ നിത്യ യുഗം വാഴേണ്ടതായി അവർ ഞങ്ങളെ സ്നേഹിച്ച് ഞങ്ങൾക്ക് വേണ്ടി ജീവനെ തന്ന് ഞങ്ങളെ രക്ഷിച്ച് ശ്രേഷ്ഠവേറിയ ഭാഗ്യത്തിലേക്ക് കർത്താവ് കൊണ്ടുവന്ന സ്തോത്രം. മാറ്റമില്ലാത്ത വനത്തെ ഘോഷിപ്പാൻ ദാസിനെ കർത്താവ് ശക്തീകരിച്ച സ്തോത്രം. ഇനി 1000 പരിഹാരങ്ങൾക്ക് പ്രയോജനങ്ങളായി ഉപയോഗിക്കേണ്ടതായി പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈ ദിവസം ഞങ്ങൾ കടന്നു വന്ന് പ്രാപിക്കേണ്ട അനുഗ്രഹങ്ങളെല്ലാം പ്രാപിച്ച് ദൈവരാജ്യത്തിൽ ഒരുക്കപ്പെടാൻ സഹായിക്കണമേ. എല്ലാവിധ അനുഗ്രഹങ്ങളിലേക്കും മഹത്വപരമായ എല്ലാവരും ഒരുക്കപ്പെടാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളാ നിലയ്ക്കുന്ന ദൈവങ്ങളെ ഏൽപ്പിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. Amen. Now may the grace of our Lord Jesus Christ, the love of God the Father, and the sweet fellowship of the Holy Spirit rest and abide with each and every one of us until Jesus appears in all his glory. Amen. Hallelujah. God bless you all.